എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം പ്രമേഹം വൃക്കകളെ ബാധിക്കുമ്പോൾ നേരത്തെ കണ്ടെത്താം എന്നുള്ളതാണ്. ആദ്യമായിട്ടുള്ള ചോദ്യം ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ പ്രമേഹം ഉണ്ട് എന്ന് അറിയുമ്പോൾ സാധാരണ എല്ലാവരും തന്നെ പ്രമേഹം കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് ചിന്തിക്കുക. എന്തായാലും പ്രമേഹം വന്നുപോയി, പ്രമേഹമുണ്ട് എന്ന് ഇനിയിപ്പം അത് മാനേജ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് മാറുന്നത്. അപ്പം ആ സന്ദർഭത്തിൽ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ ചെക്കപ്പുകളാണ് ശരിക്കും വേണ്ടത്? ഡയബറ്റിസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുമ്പം, ഒന്ന് കൊച്ചു പിള്ളേര് വരുന്നത് ഒരു ടൈപ്പ് 1 ഡയബറ്റിസ് ഉണ്ട്. അതിലും തുടങ്ങുമ്പോഴേ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ടൈപ്പ് 1 കംപ്ലീറ്റ് പാൻക്രിയാസ് പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതൊരു 10%. ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയുന്നത് 10% മാത്രമേ ഉള്ളൂ, ലെസ് ദാൻ 10%. ബാക്കിയുള്ള 90% ഡയബറ്റിസും ടൈപ്പ് 2 ആണ്. പലപ്പോഴും നമ്മൾ ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് കരുതിയിരിക്കുന്നത് പോലും ചിലപ്പോൾ ടൈപ്പ് 2 ആയിരിക്കും. അത് രണ്ടും തിരിച്ചറിയാനായിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ ലെവൽ നോക്കിയാൽ മതി. ഓർ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ടൈപ്പ് 1 ആണ്, ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആയിരിക്കും തരുന്നത്. ടൈപ്പ് 1 ആയിട്ട് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നവരും അവർ ടൈപ്പ് 1 ആണോ അതോ ശരിക്കും അവർക്ക് ടൈപ്പ് 1 ഡയബറ്റിസ് ഇല്ലയോ, അവരുടെ പാൻക്രിയാസ് ഇപ്പോഴും ഓക്കെ ആണോ എന്ന് അറിയണമെങ്കിൽ, കുറച്ചെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ അവർ സി പെപ്റ്റൈഡ് എന്ന് പറഞ്ഞ് ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ സി പെപ്റ്റൈഡ് മിനിമം വേണ്ടത് ഒരു അറൗണ്ട് 1 ഒക്കെയാണ്. ഒരു 0.5 അറൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും ഇൻസുലിൻ ഇല്ലാതെ തന്നെ ഡയറ്റ് കൺട്രോളിൽ കുറേ കൺട്രോളുകളൊക്കെ വേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ പഞ്ചസാരയും മധുരവും ഐസ്ക്രീമും ചോറും ഒന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷെ കൺട്രോൾ ചെയ്യാമെന്ന് വെക്കുകയാണെങ്കിൽ ആ ഉള്ള പാൻക്രിയാസ് ഫംഗ്ഷൻ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് കൂടുതലും കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സർജറി ഒക്കെ കഴിഞ്ഞ് വല്ല സ്റ്റോണിന് സർജറി, പാൻക്രിയാസ് സിസ്റ്റൊക്കെ ഒന്ന് സർജറി ചെയ്തിട്ട് ഡയബറ്റീസിലേക്ക് പോയ പല പേഷ്യൻസും ഉണ്ട്. അവരൊക്കെ ടൈപ്പ് 1 ആണെന്ന് കരുതി ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കും. അവരുടെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഈവൻ കൊച്ചു കുട്ടികളിൽ വരുമ്പം ഒരു വിതിൻ ഒരു 2 വർഷത്തിനുള്ളിൽ അവരുടെ പാൻക്രിയാസ് മുഴുവൻ പോയിട്ടുണ്ടാവും. ഡയബറ്റീസ് ആണെന്ന് കണ്ടുപിടിച്ച് ഒരു 6 മാസത്തിനുള്ളിലെങ്കിലും ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ അവരുടെ പാൻക്രിയാസ് പോകുന്നത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ ഉള്ളത് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ്. അത് കുറച്ച് പ്രായമായിട്ട് ഇപ്പോൾ ഒക്കെ 18 വയസ്സിലൊക്കെ വരുന്നതൊക്കെ ടൈപ്പ് 2 ഡയബറ്റീസ് തന്നെയാണ്. അല്ലാതെ മിക്കവാറും ടൈപ്പ് 2 ഡയബറ്റീസ് തന്നെയായിരിക്കും അത്. പലപ്പോഴും ചിലരൊക്കെ പറഞ്ഞേക്കാം എനിക്ക് 30-ാം വയസ്സിൽ ടൈപ്പ് 1 ഡയബറ്റീസ് വന്നു. യൂഷ്വലി അത് ടൈപ്പ് 1 ആവാൻ സാധ്യത, അതായത് വെരി കംപ്ലീറ്റ്ലി പാൻക്രിയാസ് നശിക്കുന്ന ടൈപ്പുള്ള ഒരു ടൈപ്പ് 1 ആവാൻ സാധ്യതയില്ല. അവരുടെ പാൻക്രിയാസിന് ഫംഗ്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ ഇൻസുലിൻ അല്ല സി പെപ്റ്റൈഡ് നോക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻ്റ് ആണ്. അതാണ് നമ്മളുടെ ബഹുഭൂരിപക്ഷം പേഷ്യൻസും 90% കൂടുതലും അവരിലാണ് കിഡ്നി ഫെയിലിയർ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സൂക്ഷിക്കേണ്ടത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ വരുമ്പം എല്ലാവരും എന്തെങ്കിലുമൊക്കെ മരുന്നും കുറച്ച് കഴിച്ച് കുറച്ച് കൺട്രോളും കുറച്ചില്ലാതെയും ഒക്കെ നടക്കും. ചിലർ കൃത്യമായിട്ട് മരുന്നും കഴിക്കും, ഇൻസുലിനും ഒക്കെ എടുക്കും, എന്നാലും ഡയബറ്റിക് കൺട്രോളും കിട്ടില്ല, റീസണബിൾ കൺട്രോൾ. ഇപ്പം നമ്മൾ റീസണബിൾ കൺട്രോൾ ഇപ്പോൾ 8 HbA1c ഉണ്ടെങ്കിൽ പോലും അതും കൺട്രോളായിട്ടാണ് എടുക്കുന്നത്. പണ്ടൊക്കെ 6 ആയിരുന്നു, പിന്നെ അത് 7 ആയി, പിന്നെ HbA1c 8 ആയാലാണ് കൺട്രോളിന് എടുക്കുന്നത്. അതുപോലും ഉണ്ടെങ്കിൽ പോലും റീനൽ ഫെയിലിയറിലേക്ക് പോകുന്ന പേഷ്യൻസ് ഒത്തിരിയാണ്. അപ്പം ടൈപ്പ് 2 ഡയബറ്റീസ് എന്നുള്ളത് നമുക്ക് 100% റിവേഴ്സിബിളാണ്. അത് നമ്മൾ അതിങ്ങനെ വെച്ച് കിഡ്നി മുഴുവൻ ഡാമേജ് ആയി കഴിഞ്ഞ് വെച്ചിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ അസ്വസ്ഥതകൾ വന്നിട്ടല്ല. കാരണം കിഡ്നി ഡാമേജ് വന്ന് എൻഡ് സ്റ്റേജായി നീർക്കെട്ടും ഒക്കെ വന്നാലേ നമ്മൾ അറിയുള്ളൂ. അല്ലാതെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടോയെന്ന് അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റുകൾ വഴി GFR-ഉം മൈക്രോ ആൽബുമിനും മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ ആൽബുമിൻ പോകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് വെച്ച് നമുക്ക് നേരത്തെ കണ്ടെത്താം. പക്ഷെ നമ്മൾ ഏത് ഡയബറ്റിക് പേഷ്യൻറ്റിനും മരുന്ന് ഡയബറ്റീസ് എന്നറിയാവുന്നുണ്ടെങ്കിൽ അവർ മരുന്ന് കഴിക്കുകയല്ല വേണ്ട. മരുന്നും കൂടെ വരുമ്പോഴേക്കും രണ്ടും, മരുന്ന് കഴിച്ചെന്നും കരുതി രക്ഷപ്പെടാമെന്നും കരുതണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ മരുന്നും കൂടെ ഇതിനകത്ത് പ്രോബ്ലം ഉണ്ടാക്കും. മരുന്നിൻ്റെ ഈ ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂക്കോസ് കുറയുന്നത് കാരണം അത് വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കാൻ, അപ്പോൾ എപ്പോഴും താഴുക പൊങ്ങുക, ഗ്ലൂക്കോസ് കുറഞ്ഞും പോവും കൂടുകയും ചെയ്യും. ഇത് രണ്ടും കിഡ്നിക്ക് ഈക്വലി ദോഷം ചെയ്യും. ഗ്ലൂക്കോസ് കൂടുന്നതും ദോഷം ചെയ്യും, ഗ്ലൂക്കോസ് കുറയുന്നതും ദോഷം ചെയ്യും, ഗ്ലൂക്കോസ് ഡയബറ്റീസിൻ്റെ മെഡിസിൻസിനും ദോഷം ചെയ്യും.
അപ്പം അത് നമുക്ക് 100% നമുക്ക് പ്രിവെൻറ്റബിൾ ആണ്. ഈവൻ 10-40 വർഷമായിട്ട് ഡയബറ്റീസിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അത് റിവേഴ്സ് ചെയ്യാം. ടൈപ്പ് 2 ഡയബറ്റീസ് റിവേഴ്സിബിൾ ആണ്. ആ ഒരു കാര്യം മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുള്ള എന്താണ് എഫേർട്ട് എടുക്കാനുള്ള വില്ലിങ്നെസ്സും ഉണ്ടാവണം. ഈ ഡയബറ്റീസിൻ്റെ കാര്യം പറയുമ്പോൾ സാധാരണ പല മരുന്നുകളും അല്ലെങ്കിൽ ഇൻസുലിനൊക്കെ ഡയബറ്റീസിൻ്റെ ആവശ്യത്തിന് നമ്മൾ എടുക്കുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം വരാറുണ്ട്. എത്രമാത്രം ശരിയാണ് ഈ ഹൈപ്പോഗ്ലൈസീമിയ തന്നെ കിഡ്നി ഡിസീസിലേക്ക് അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറിലേക്കൊക്കെ നീങ്ങാനായിട്ടുള്ള സാധ്യത കൂട്ടും എന്നുള്ളത്? ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പല സ്റ്റഡീസും കാണിക്കുന്നത് ഈ ഹൈപ്പോഗ്ലൈസീമിയ വരുമ്പോൾ ഒന്ന് ഷുഗർ കുറഞ്ഞു പോകുന്നതുകൊണ്ട് നമുക്കൊരു ഹൈപ്പോടെൻഷൻ വരും. അതുകൊണ്ടാണ്, അതായത് പ്രഷർ അന്നേരം കുറഞ്ഞു പോകും. ഇപ്പോൾ തുടങ്ങുന്ന സമയത്ത് ശരിക്കും പ്രഷറും കൂടെ കുറഞ്ഞു പോകും. അപ്പം നമുക്ക് കിഡ്നിയിലേക്കുള്ളതൊക്കെ രക്തയോട്ടം പിന്നെയും കുറഞ്ഞു പോകും. അത് തന്നെ കിഡ്നിക്ക് ദോഷം ചെയ്യും. ഒന്ന്. പിന്നെ നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ വരാതെ വന്നു കഴിയുന്ന ഒരു പേഷ്യൻ്റ് എപ്പോഴും അവർ ഭക്ഷണം കൂടുതൽ ഹൈപ്പോഗ്ലൈസീമിയ വരാൻ എന്താ കാരണം? ഒന്ന് നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഹൈപ്പോഗ്ലൈസീമിയ വരുന്നത്? ഡയബറ്റീസ് കൊണ്ടല്ല, അതിൻ്റെ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് ആണ് ഹൈപ്പോഗ്ലൈസീമിയ. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് തിങ്. അപ്പം ഹൈപ്പോഗ്ലൈസീമിയ കിഡ്നിക്ക് ദോഷമാണ്, അത് ഉണ്ടാക്കുന്നത് മരുന്നാണ്. അപ്പം ഹൈപ്പർഗ്ലൈസീമിയ, അതാണല്ലോ ഗ്ലൂക്കോസ് കൂടുന്നത്. ഗ്ലൂക്കോസ് കൂടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ്. ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു, നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഹൈപ്പർഗ്ലൈസീമിയ വരുന്നത്. അതിന് നമ്മൾ മരുന്നെടുത്ത് കഴിക്കുന്നു. മരുന്ന് കൂടുതൽ ഇൻസുലിൻ പുറത്തേക്ക് വിടാനാണ്, അല്ലെങ്കിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നു, കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോൾ ഹൈപ്പോയിലേക്ക് പോകും. അപ്പം ഇത് രണ്ടും നമുക്ക് കിഡ്നിക്ക് ദോഷം ചെയ്യും. പിന്നെ നമ്മൾ ഈ ഇങ്ങനെ വരുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ അവർ നേരത്തെ ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങും. ഇപ്പോൾ രാവിലെ 8 മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇൻസുലിനോ അല്ലെങ്കിൽ ഡയബറ്റിക് മെഡിസിൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും പേർക്ക് ഒരു 11-11:30 ആകുമ്പോഴേക്കും ക്ഷീണവും വിറയലും ഒക്കെ വരും. അന്നേരം അവരെന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ അവർക്ക് ഹൈപ്പോഗ്ലൈസീമിക് അറ്റാക്ക് വന്ന് തലകറക്കം വരും. അതുകൊണ്ട് എന്ത് ചെയ്യും? അവർ 12 മണിക്കാണ് വരുന്നതെങ്കിൽ അവർ 11 മണിയാകുമ്പോഴേക്കും തന്നെ വേറെ എന്തെങ്കിലും കഴിക്കണം. അതേ മാർഗ്ഗമുള്ളൂ. കാരണം ആ മരുന്നിൻ്റെ ഇൻസുലിൻ്റെ അല്ലെങ്കിൽ ആ പീക്ക് ആക്ഷൻ സമയം വന്നു കഴിയുമ്പോഴേക്കുമാണ് ഡൗൺ ആയി പോകുന്നത്. അപ്പോൾ അവർ കൂടുതൽ കഴിക്കും. അപ്പം ഇങ്ങനെ കൂടുതൽ കഴിച്ചു കഴിയുമ്പോൾ വീണ്ടും ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും. അപ്പം ഈ ഷുഗർ കുറയുക, ഷുഗർ കൂടുക, ഇതിൻ്റെ ഒരു ഇടയിൽ അപ്പം പേഷ്യൻ്റ് ഒരു സമയത്തും കംഫർട്ടബിൾ ആയിരിക്കില്ല. ലോ ആയിരിക്കുമ്പോഴും അസ്വസ്ഥതയായിരിക്കും, ഷുഗർ ഒത്തിരി കൂടി കഴിയുമ്പോഴും അസ്വസ്ഥതയായിരിക്കും. ഇനി ഇതെല്ലാം നമ്മളുടെ മറ്റ് അവയവങ്ങളെ എല്ലാം ഡാമേജ് ചെയ്യുകയാണ്. ഡയബറ്റിസ് ആരെയാണ് ഡാമേജ് ചെയ്യുന്നത്? ഹോൾ ബോഡിയാണ്. ഏത് സിസ്റ്റത്തെ പോലും എഫക്റ്റ് ചെയ്യും. കണ്ണ്, ചെവി, ഹിയറിംഗ് പ്രോബ്ലം എന്തോരം കൂടുതലാണ്. നമ്മൾ ആരും കണ്ണിൻ്റെ കാര്യം എപ്പോഴും പറയും, പക്ഷെ ആരും ഹിയറിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും മിണ്ടാറില്ല. പലരുടെയും ഹിയറിംഗ് കുറഞ്ഞുകൊണ്ടിരിക്കുക ഡയബറ്റീസുകാരുടെ. അത് പിന്നെ ചിലർക്ക് മാത്രമേ ഈ തലകറക്കവും മൂളക്കലും ഒക്കെ പോലെയുള്ളത് ചിലർക്കേ വരുള്ളൂ. പക്ഷെ ഹിയറിംഗ് ഡയബറ്റീസുകാരുടെ എല്ലാവരുടെയും കുറഞ്ഞുകൊണ്ടിരിക്കുക. കാഴ്ചയും കുറഞ്ഞുകൊണ്ടിരിക്കുക. കാഴ്ച കുറയുന്നത് നമ്മൾ എൻഡ് സ്റ്റേജിൽ നമ്മൾ അറിയുള്ളൂ. അതിനാണ് ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഒഫ്താൽമോളജി ചെക്കപ്പ് നടത്തുന്നത്. എന്ത് ചെക്കപ്പ് നടത്തിയാലും ഡയബറ്റീസ് കണ്ണിൻ്റെ ഷുഗർ കൺട്രോൾ ചെയ്യാതെ ഇപ്പം നമ്മൾ ലേസർ ചെയ്തത് കൊണ്ടോ അല്ലെ കണ്ണിനകത്ത് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടോ ഒന്നും കാര്യമായ ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. അതിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് ഷുഗർ കൺട്രോളാണ്. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ കിഡ്നി, കണ്ണ്, ചെവി, കിഡ്നി, പിന്നെ നെർവ്സ്, ഓൾ സിസ്റ്റത്തിൻ്റെ നെർവ്സ്, ബ്രെയിന്, എല്ലാ ഹാർട്ട് എല്ലാം. നമ്മൾ ഓരോന്നും ഹാർട്ട് പേഷ്യൻസ് ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഒരു നല്ല ശതമാനം ഡയബറ്റിക് പേഷ്യൻസിന് തന്നെയാണ്. അപ്പം അതുപോലെ കാലിൽ അൾസർ, അതൊക്കെ പെരിഫറൽ ന്യൂറോപ്പതിയും അതുപോലെ പെരിഫറൽ വാസ്കുലർ ഡിസീസ്, അതായത് നമ്മുടെ ഹാർട്ടിലെ രക്തക്കൊഴലുകൾക്ക് ബ്ലോക്ക് വരുന്ന പോലെ കാലിലേക്കുള്ള രക്തക്കൊഴലുകൾക്കും ബ്ലോക്ക് വരുന്നുണ്ട്. ഈവൻ കിഡ്നിയിലേക്കുള്ള രക്തക്കൊഴലുകൾക്കുണ്ട്. കിഡ്നിക്ക് ഡയറക്റ്റ് ഇഞ്ചുറി കൂടാതെ കിഡ്നിയിലേക്കുള്ള രക്തക്കൊഴലുകളിൽ ഈ ബ്ലോക്ക് വരുന്നതും കിഡ്നി ഡിസീസിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡയബറ്റിസ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഫ്രീക്വൻറ്റ് ഫോളോ അപ്പും കൂടെയാണ് ചെയ്യുന്നത്.
അപ്പം ആ ഇതെല്ലാം മാറി വരുന്നത് നമുക്ക് ഈവൻ കിഡ്നി ഫംഗ്ഷൻ കൂടി വരുന്നതും ഡയബറ്റീസ് മാറുന്നു, ഷുഗർ കൺട്രോൾ ആകുന്നു, അതിനനുസരിച്ച് കൊളസ്ട്രോളും കൺട്രോൾ ആകും, കാർഡിയാക് മാർക്കേഴ്സ് കൂടിയിട്ടുണ്ടെങ്കിൽ അതും കൺട്രോൾ ആകും, GFR-ഉം എല്ലാ പാരാമീറ്റേഴ്സും ഇമ്പ്രൂവ് ചെയ്തു വരുന്നത് നമ്മുടെ സിംറ്റമാറ്റിക് ഇമ്പ്രൂവ്മെന്റ് നമുക്ക് സെൽഫായിട്ട് തന്നെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഈ സാധാരണ ഈ ഡയബറ്റിസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഒരു ഒരു കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു മരുന്നാണ് ഈ മെറ്റ്ഫോമിൻ. പക്ഷെ അതേസമയം ഇപ്പോൾ പറയുന്നു ഈ മെറ്റ്ഫോമിൻ എടുക്കുന്നത് വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഈ ലാക്റ്റിക് ആസിഡോസിസ്, ഈ കിഡ്നിയുടെ ഫങ്ഷനൊക്കെ എന്തെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കാം. അപ്പം ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുന്ന ഒരു മരുന്നാണ് മെറ്റ്ഫോമിൻ. അപ്പം അങ്ങനത്തെ സ്ഥിതിയിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കുക? നമ്മൾ ഏറ്റവും സേഫായിട്ട് വെച്ചിരുന്ന ഒരു മരുന്നാണ് മെറ്റ്ഫോമിൻ എന്നുള്ളത്. അത് ആദ്യം പ്രഗ്നൻസി ആദ്യം ഡയബറ്റിക് പേഷ്യൻസിന് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസിനാണ് അത് കൊടുത്തിരുന്നത് ഏറ്റവും കൂടുതൽ. അപ്പം ജസ്റ്റ് അന്നും ആ കാലത്തൊക്കെ, അതായത് എനിക്കൊരു 10-30 years ഒക്കെ ബാക്ക്, ഇൻഫെർട്ടിലിറ്റിയിൽ PCOD പോലെയുള്ള, അതുപോലെ PCOD പേഷ്യൻസ്, അതായത് ഈ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി പേഷ്യൻസിന് കൊടുത്തിരുന്നു. അത് ആദ്യമൊന്നും അത് ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസിലേക്ക് വരുമ്പോൾ കൊടുക്കൂലായിരുന്നു, പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ നിർത്തുമായിരുന്നു. പിന്നെ കൊടുത്ത് എല്ലാവർക്കും നല്ല ധൈര്യമായി കഴിഞ്ഞപ്പം അത് പ്രഗ്നന്റ് പേഷ്യൻസിന് ഡയബറ്റീസിനാണെങ്കിലും കൊടുക്കാമെന്നുള്ള നിലയിലെത്തി. ഇപ്പം മെറ്റ്ഫോമിനെ കുറിച്ചുള്ള സ്റ്റഡീസ് വന്നു കഴിഞ്ഞപ്പം അത് പല സൈഡ് ഇഫക്ട്സുമാണ് വരുത്തുന്നത്. അത് നമ്മൾ പെട്ടെന്ന് വരുത്തുന്ന ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ടല്ല അതിനെ കാണുന്നത്. ഒന്ന്, മെറ്റ്ഫോമിൻ കിഡ്നി ഫെയിലിയറിന്റെ സാധ്യത കൂട്ടും. പലപ്പോഴും നമുക്ക് കാണാം മെറ്റ്ഫോമിന്റെ മരുന്ന് കുറച്ചുകൊണ്ടും ഡയബറ്റിക് കൺട്രോൾ വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് മെറ്റ്ഫോമിനിലുള്ള പേഷ്യൻസ് ഈ മൈക്രോ ആൽബുമിനും GFR-ഉം ഒക്കെ പെട്ടെന്ന് കൂടി വരുന്നുണ്ട്. മരുന്ന് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുക്കുമ്പോൾ നമ്മളെല്ലാം നോക്കിക്കൊണ്ട് ചെയ്യുമ്പം നമ്മൾ എവറി വീക്ക് തുടക്കത്തിൽ നമ്മൾ GFR-ഉം മൈക്രോ ആൽബുമിനും യൂറിനിൽ കൂടെ പോകുന്നൊക്കെ അതിനൊക്കെ വിതിൻ വീക്സ് തന്നെ അതിൻ്റെ എല്ലാം ഇമ്പ്രൂവ്മെന്റ് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഈവൻ HbA1c നമ്മൾ ഡയബറ്റീസിനെ എപ്പോഴും നമ്മൾ നോക്കുന്നത് 3 months ആവറേജ് ആണല്ലോ. HbA1c നമ്മൾ നോക്കുന്നത് 3 മാസത്തെ ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ വീക്ക്ലിയാണ് നോക്കുന്നത്. 8ാം ദിവസം തന്നെ കറക്റ്റായിട്ട് പേഷ്യൻസ് നോക്കുന്നുണ്ട്. 8th ഡേ വരുമ്പോഴേക്കും അവരുടെ HbA1c കുറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ 15th ഡേ ആകുമ്പോൾ വീണ്ടും കുറഞ്ഞിട്ടുണ്ടാവും. അത് ഓരോരുത്തരുടെ പ്രായം അനുസരിച്ച് ഇപ്പം 12 ഒക്കെ ഉള്ളവർക്ക് അത് 11ലേക്ക് വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ അത് 10ലേക്ക് തന്നെ വന്നിട്ടുണ്ടാവും, എത്ര കറക്റ്റായിട്ട് നോക്കുന്നതനുസരിച്ച്. അപ്പം അത് എത്ര കൂടുതലുണ്ടായിരുന്നു അത് കുറഞ്ഞു വരുന്നത് വീക്ക്ലിയാണ് അസസ്മെന്റ് നടത്തുന്നത്. അല്ലാതെ ലോങ് ടൈം അസസ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിലിരുന്ന് ബ്ലഡ് ഷുഗർ നമുക്ക് അവർലി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ 2 hours കഴിയുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും എന്നുള്ളതാണ്. വീട്ടിലിരുന്ന് നോക്കി 1 week ആകുമ്പോൾ HbA1c ഡിപ്പ് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത്ര ഫാസ്റ്റ് ആയിട്ട് ഈ നമ്മൾ വേണമെന്ന് വെച്ച് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് ചെയ്യുവാണെങ്കിൽ ആ ചേഞ്ചസ് വരുന്നത് കാണാൻ പറ്റും എന്നുള്ളതാണ്. എന്തായിരുന്നു ഏതാ? യുവർ ക്വസ്റ്റ്യൻ വാസ്? അങ്ങനെയല്ല, മെറ്റ്ഫോമിനെ ഏറ്റവും സേഫ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് മെറ്റ്ഫോമിന്റെ ഞാനിപ്പം പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ PCODക്കും ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസിനും പ്രഗ്നൻസിയിലും മെറ്റ്ഫോമിൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരിതും കൂടെ പറയാം. അപ്പം നമ്മളുടെ ഇപ്പം ഈ നമ്മുടെ നദികളിൽ പല വെള്ളത്തിന്റെ പൊള്യൂഷൻ ലെവൽ നോക്കുന്ന സ്റ്റഡി വന്നിരിക്കുന്നതിനകത്ത് നമ്മൾ ഇന്ത്യയിൽ നോക്കിയിരുന്ന ലോകത്താകമാനം നടത്തിയിരിക്കുന്ന സ്റ്റഡിയാണ്. അതിൽ യമുനയിലെയാണ് നമ്മൾ ഇവിടെ നോക്കിയിരിക്കുന്നത്. ഈ യമുനയിലെ സ്റ്റഡിയിൽ കാണിക്കുന്നത് ഒരു 3-4 മെഡിസിൻസ് ആണ് ഏറ്റവും ഇതായിട്ട് ഈ വെള്ളത്തിൽ കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനം മെറ്റ്ഫോമിനാണ്. പിന്നെ ഈ കാർബോമെസപ്പിൻ എന്നൊക്കെ പറഞ്ഞ് എപ്പിലെപ്സിക്ക് കഴിക്കുന്ന ഒരു മരുന്നൊക്കെയാണ്, കഫീന്, ഇതൊക്കെയാണ് കാണുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെറ്റ്ഫോമിൻ്റെ അളവ് വളരെ കൂടുതലാണെന്നും ഈ മെറ്റ്ഫോമിൻ്റെ അളവ് കൂടുമ്പം ഈ മെയിൽ ഫിഷിൻ്റെ വളർച്ച മുരടിക്കുന്നതായിട്ടും അതുപോലെ ഈ സെക്ഷൽ ഓർഗൻസിനും ഇന്റർസെക്ഷുവാലിറ്റി അങ്ങനത്തെ പ്രോബ്ലംസ് വരുന്നതായിട്ടാണ്. ഏറ്റവും പ്രധാനം മെയിൽ ആൺ ഫിഷുകളുടെ വളർച്ചയും കുറയും, അതാണ്. അപ്പോൾ അതുപോലെ ഈ
സെക്ഷൽ ഡെവലപ്മെന്റ് കറക്റ്റ് ആകുകയില്ല എന്നുള്ളത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം, അപ്പൊ പ്രഗ്നന്റ് ലേഡീസ് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് സംഭവിക്കാവുന്നത് എന്താണ്? അതിന്റെയൊക്കെ സ്റ്റഡിയുടെ റിപ്പോർട്ട് വരണമെങ്കിൽ ഇനി എത്ര കാലം എടുക്കും? ഇപ്പൊ പ്രഗ്നൻസിക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ മെറ്റ്ഫോമിനൊക്കെ എടുത്തവരുടെ കുട്ടികൾ വളർന്നു വലുതായി അവരുടെ ടീനേജും കഴിഞ്ഞ് മിഡിൽ യൂത്ത്ഫുൾ ആകുമ്പോൾ അവർ 10-24 വയസ്സാകുമ്പോഴായിരിക്കും അവരുടെ ആ സെക്ഷൽ ഡിസ്റ്റർബൻസും സെക്ഷൽ പ്രോബ്ലംസും അല്ലെ ട്രാൻസ്ജെൻഡർ ടെൻഡൻസീസും ഇതൊക്കെ വരാൻ പോകുന്ന ആ സമയത്തായിരിക്കും. അപ്പൊ ഇത് എത്ര വർഷങ്ങൾ എടുക്കും ഒരു മരുന്നിന്റെ സ്റ്റഡീസ് വരുമ്പോൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ PCOD ആണേലും ഇൻഫെർട്ടിലിറ്റി ആണേലും ഡയബറ്റിസ് ആണേലും ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളിലാണ് വരുന്നത്. അതിനൊന്നും മെറ്റ്ഫോമിനോ മെഡിസിൻസോ അല്ല എടുക്കേണ്ടത്. അത് നമ്മളുടെ ജെനറ്റിക്സ് അനുസരിച്ച് നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്ത് നമ്മളുടെ ജെനറ്റിക്സ് അനുസരിച്ച് ജീവിക്കുക. നമ്മൾക്കെല്ലാം ഒരു ജെനറ്റിക്സ് ഉണ്ട് നമ്മളുടെ ബോഡി. അതായത് നമ്മളുടെ ബോഡിയുടെ ഒരു എന്താ ഓപ്പറേഷൻ മാനുവലുണ്ട്. അതാണ് നമ്മുടെ ജീൻസ് അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം എന്നൊക്കെ പറയുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഈവൻ പാരമ്പര്യമായിട്ട് ഡയബറ്റീസ് ഉള്ളവർക്കും എനിക്ക് എന്തായാലും വരുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതനുസരിച്ച് ഡയബറ്റീസിന്റെ നമ്മളുടെ ബോഡി കോമ്പോസിഷൻ, നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുക, അതനുസരിച്ച് മാനേജ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് ഡയബറ്റീസ് ഒഴിവാക്കാം. ഈവൻ അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉള്ളവർക്ക് പോലും അത് പറ്റുന്നതേ ഉള്ളെന്നുള്ളതാണ്. ഇപ്പം ഈ പറഞ്ഞതിന്ന് ഈ ജനറ്റിക്സിനും പാരമ്പര്യത്തിനും എത്രമാത്രം പങ്കുണ്ട് ഈ ഡയബറ്റീസ് വരാൻ സാധ്യത കൂട്ടുന്നതിൽ? എന്താ കാര്യമെന്ന് വെച്ചാൽ, അങ്ങനെ പേരൻസിനോ അച്ഛനോ അമ്മയ്ക്കൊക്കെ ഡയബറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് മക്കൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും ഇത് പ്രിവെന്റ് ചെയ്യണമെന്ന് ചിന്തിച്ചാൽ? അച്ഛനും അമ്മയ്ക്കും ഒരു ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മക്കൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ആ ഡയബറ്റീസിന്റെ ജീന് എത്ര ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ അനുസരിച്ചിരിക്കും. ഒരു അച്ഛനും ഡയബറ്റീസ് ഉണ്ടെന്ന് എഴുതി അതിന്റെ ജീൻ കിട്ടണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകും. അതുപോലെ അമ്മയുടേതും രണ്ടും കൂടെ കിട്ടും ഒക്കെ വരാം. അപ്പൊ നമുക്ക് തന്നെ കാണാമല്ലോ, ഒരു വീട്ടിൽ തന്നെ എല്ലാ മക്കൾക്കും കിട്ടണമെന്നില്ല. ചിലർ രക്ഷപ്പെടും, ചിലർ ഇതിലുണ്ടാവും. പക്ഷെ ബേസിക്കലി എന്താ നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പേരൻസിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ ചാൻസ് കൂടുതലായിരിക്കും. ഇപ്പൊ ടൈപ്പ് 2 ഡയബറ്റീസിന്റെ കാരണം എന്താ? ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണം എന്താ? നമ്മുടെ ബോഡിയിൽ കൂടുതൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ്. അപ്പം ഇന്നത്തെ കാലത്ത് ഈ ലാസ്റ്റ് 1 or 2 ഡിക്കേഡ്സിൽ നമ്മളിവിടെ ഇത്രയധികം ഡയബറ്റീസ് കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നു. അപ്പോൾ നമ്മളുടെ മസിലിൻ്റെയും ബോണിൻ്റെയും അളവ് കുറയും. ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും നമ്മുടെ മസിലിൻ്റെയും ബോണിൻ്റെയും സ്ട്രെങ്ത്. അതേസമയം ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുമ്പോൾ നമ്മളുടെ ബോഡി വെയിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ആ കൂടുന്നതെല്ലാം എന്താ? ഫാറ്റാണ്. ഈ മസിലിൻ്റെ ഇടയിൽ പോലും ഫാറ്റ് കയറിയിരിക്കും. ഈ മസിലിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കുന്ന ഫാറ്റൊക്കെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുന്ന കാര്യങ്ങൾ. എല്ലായിടത്തെയും ഫാറ്റ് ഒരു ആണുങ്ങൾക്കാണെങ്കിൽ 10 to 15% ഫാറ്റാണ് നമ്മുടെ ബോഡിയിൽ ഐഡിയൽ വരാൻ പാടുള്ളൂ. ലേഡീസിനാണെങ്കിൽ അത് അപ് ടു 20 to 25% വരെ വരാം. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് പോകുന്നത്. പിന്നെ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ ടെൻഡൻസി കൂടുതൽ, അതായത് ജനറ്റിക്കലി പാരമ്പര്യമായിട്ട് ഡയബറ്റീസിന് ടെൻഡൻസി കൂടുതലുള്ളവർ എപ്പോഴും ലോ ഫാറ്റ് ലെവലിലേക്ക് നിർത്തണം. ലോ വെയിറ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് BMIയിൽ ലോ നോർമൽ വെയിറ്റിലേക്ക് വരുമ്പോൾ പലപ്പോഴും അതേ പറ്റുള്ളൂ. ചിലരുടെയൊക്കെ ബോഡിയുടെ അതായിരിക്കും. അപ്പം അതെങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നമുക്ക് കുടവയർ ഒട്ടും ഉണ്ടാവരുത്. കുടവയർ കുറച്ചെങ്കിലും വന്നു തുടങ്ങി അപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഫാറ്റ് പെർസെൻറ്റേജ് കൂടുന്നു. ഇപ്പോൾ ഒരു ബോഡിയിൽ ഒരു 15 to 20% അല്ലെങ്കിൽ അറൗണ്ട് 15% ഫാറ്റേ ഉള്ളെങ്കിൽ ഒരിക്കലും കുടവയർ ഉണ്ടാവില്ല. അത് കുടവയർ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കുക നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാൻ തുടങ്ങി. മിക്കവാറും അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകും. ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ തുടക്കത്തിൽ തന്നെ വരുന്നതാണ് ഫാറ്റി ലിവർ ഉണ്ടാകും. അതുപോലെ തന്നെ അതുമൊക്കെ ആയിട്ട് ഈ കൊളസ്ട്രോളും ഒക്കെ കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. അത് നമ്മൾ ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസും എക്സസ് ഫാറ്റ് അടിയുന്നതും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഫുഡിലെ കാലറി കുറയ്ക്കണം. പക്ഷെ നമ്മുടെ പ്രോബ്ലം എന്താ? ഇപ്പം നമ്മുടെ ചുറ്റും ഫുഡാണ് എല്ലാം. അതും ഏറ്റവും എക്കണോമിക്കലും ഏറ്റവും ടേസ്റ്റി ആയിട്ട് ബിസ്ക്കറ്റൊക്കെ 5 രൂപയുടെ പാക്കറ്റ് പോലും ഇപ്പോൾ കിട്ടും. അപ്പോൾ
അത്ര അത്ര ടേസ്റ്റിയാണ്. അപ്പം നമ്മൾ ഒരു പാക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 രൂപയുടെ ഒരു പാക്കറ്റ് ഒന്നും കൊണ്ടൊന്നും അതിൽ 3-4 പാക്കറ്റൊക്കെ കഴിച്ച് കളയും. എല്ലാവരും നമ്മൾ നോക്കി അറിയാം, നമ്മൾ പലതരം ബിസ്ക്കറ്റുകളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം വെരി ടേസ്റ്റിയാണ്. അപ്പോൾ കഴിക്കാൻ തുടങ്ങുന്നതിനും പിന്നെയും പിന്നെയും കഴിക്കാൻ. കാരണം അതിനകത്തൊക്കെ ഈ ടേസ്റ്റ് മേക്കേഴ്സൊക്കെ ആ രീതിയിലാണ്. അപ്പം നമ്മളുടെ ഫുഡെല്ലാം നമ്മൾ ഈ പ്രിസർവ്ഡ് ഫുഡും ഈ ഇങ്ങനെ ബേക്ക്ഡ് ഫുഡും എല്ലാം വരുമ്പം അതിനകത്തൊക്കെ കുറേ ടേസ്റ്റ് മേക്കേഴ്സും നമ്മളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ട, അതായത് കഴിച്ചാൽ പിന്നെയും കഴിക്കണമെന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള പല സാധനങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ മേടിച്ചു കൊടുക്കുമ്പം അവർക്ക് അതിനോടൊരു അഡിക്ഷൻ ഫോം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് പഞ്ചസാര, മധുരം കൂടുതലുള്ള ഫുഡെല്ലാം അഡിക്ഷൻ ഫോമിങ് ആണ്. അപ്പം നമുക്കറിയാം, നമ്മളിപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസ് തന്നെ വരുന്നുണ്ട്. ഈവൻ ഷുഗർ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഈവൻ സ്മോക്കിങ്ങിനേക്കാളും ആണെന്നാണ് പറയുന്നത്. കഞ്ചാവൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്, അത്ര അഡിക്ഷൻ ഫോമിങ് ആണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ നമ്മൾ ഈ ചോക്ലേറ്റും അതും ഇതും ഒക്കെ പോലെയുള്ള ഈ ജങ്ക് ഫുഡും സ്വീറ്റ്സും എല്ലാം മേടിച്ചു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ അതിനോട് അഡിക്റ്റഡ് ആവും. അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ കഴിക്കുന്ന കുടിയനോട് വേണ്ടാന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ പിള്ളേരെ ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കുകയില്ല എന്ന് പറയുമ്പോൾ അവരത് ശീലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെയും പിന്നെ അത് വാങ്ങി കഴിക്കും. അതും അതിനോടും അഡിക്ഷൻ ആകും, അവർക്ക് മറ്റുള്ള രോഗങ്ങൾ വരികയും ചെയ്യും. കാരണം ഇതെല്ലാം 0 കാലറി ഫുഡ് എന്ന് പറയുന്നത്. 0 കാലറി ശരിക്കും കൂടുതലുണ്ട്, പക്ഷെ 0 ന്യൂട്രിയൻ്റ് ആണ്. നോ ന്യൂട്രിഷണൽ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഫുഡാണ് നമ്മൾ കാണുന്ന ഈ ബേക്കറി ഐറ്റംസും ഈ ബേക്ക്ഡ് ഐറ്റംസും. അങ്ങനത്തെ കൂടുതൽ ഷുഗർ ആഡ് ചെയ്തതിനൊന്നും അതിൻ്റെ ആ മധുരവും ടേസ്റ്റും മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ അതിനൊരു ന്യൂട്രിഷണൽ വാല്യൂ എന്ന് പറയുന്ന കാലറി ഉള്ളൂ. നമുക്ക് കാലറി കുറച്ച് മതി, നമുക്ക് മറ്റുള്ള ന്യൂട്രിയൻ്റ് ആണ് വേണ്ടത്. ഈ ഒരു 33 വയസ്സുള്ള ആൾക്ക് ബിഫോർ ഫുഡ് 170 ആഫ്റ്റർ ഫുഡ് 280. അപ്പം അങ്ങനെ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഈ കിഡ്നി മരുന്ന് കഴിക്കുന്നതാണോ? അത് മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡയബറ്റിക് ആണ്. അപ്പോൾ അത് ഇപ്പം തന്നെ ഏത് മരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിപ്പോൾ 33 വയസ്സാകുമ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെന്ന് എടുക്കാം. അപ്പം നമ്മൾ സെൽഫ് മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡയബറ്റിക് പേഷ്യൻസ് മരുന്ന് ഒത്തിരി ഉള്ളവരും മറ്റു രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ സെൽഫ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. മറ്റു രോഗങ്ങളൊന്നുമില്ല, മരുന്നും ഇല്ലാത്ത ഇത്രയും ഒരു ഷുഗർ ഉള്ള ഒരാളാണെങ്കിൽ അവർ ഫുഡിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഏതിലാണോ അതുപോലെ ഫാറ്റ് കൂടുതലുള്ളത്, അതായത് മിക്കവാറും ഓവർ വെയിറ്റ് ഉണ്ടാകും, അത് ശ്രദ്ധിക്കുക. നമുക്ക് എത്ര ഹൈറ്റ് ഉണ്ടോ അത് -110 ആണ് ഒരു ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊരു ഫാമിലിയിൽ ടെൻഡൻസി ഉണ്ട് ഡയബറ്റീസിനൊക്കെ, നമ്മളധികം ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത വർക്കാണെങ്കിൽ നമ്മൾ ഹൈറ്റ് -115 ആയാലും കുഴപ്പമില്ല വെയിറ്റ്. അതായത് 170 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്ക് നോർമലി ഒരു ആവറേജ് ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ഉള്ളെങ്കിൽ ഒരു 60 കിലോ മതിയാവും. അതുപോലെ ആ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവാണ്, അതുപോലെ അയാൾക്ക് ഫാമിലിയൽ ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഡയബറ്റിക് ആണെങ്കിൽ അവർക്കൊരു 55 kg വെയിറ്റ് മതിയാവും. അത്രത്തിലേക്ക് വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൽഫ് ഫുഡ് എടുക്കുമ്പം നമ്മൾ ന്യൂട്രിഷൻ കൂടുതലുള്ളത് ലീഫി വെജിറ്റബിൾസിലാണ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കുക. പിന്നെ ഷുഗർ കൂടുതലുള്ളവർക്ക് എപ്പോഴും നല്ലത് നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ നോൺ വെജ് ഐറ്റംസ് ലൈക്ക് ഫിഷോ മീറ്റോ പോലെയുള്ളതും, ഫിഷ്, മീറ്റ്, എഗ്ഗ്, ലീഫി വെജിറ്റബിൾ പ്ലസ് വാട്ടറി വെജിറ്റബിൾസ്, ഇത് മാത്രമായിരിക്കണം മെയിനായിട്ട് കഴിക്കുന്നത്. എന്നിട്ട് ഷുഗർ കൺട്രോൾ ആയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡയറ്റിൽ ഒരു കുറച്ച് കിലോയും ഒരു 5-6 കിലോയും കുറഞ്ഞ് മിക്കവാറും ഷുഗർ കൺട്രോൾ ആവും. അപ്പോൾ അവർക്ക് പയറുവർഗ്ഗങ്ങളും കൂടെ ആഡ് ചെയ്യാം. വൺസ് ഷുഗർ കൺട്രോൾ ആയി നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഷുഗർ എപ്പോഴും ഒപ്റ്റിമലി 70-നും 140-നും ഇടയ്ക്കാണ് നിൽക്കേണ്ടത്. 70 താഴ്ന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് ഒരു ഷുഗർ കുറഞ്ഞതിൻ്റെ ഒരു ക്ഷീണം വരുള്ളൂ. അതുപോലെ നമ്മൾ മരുന്ന് കഴിക്കുന്നില്ല, ആരുടെയും അങ്ങനെയൊന്നും 70 താഴ്ന്നു പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ഉച്ച വരെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ നിൽക്കും. അങ്ങനെ നമുക്ക് ബോഡി ഒരു ഹെൽത്തി ആയിട്ടുള്ളവർക്ക് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ഉണ്ടാവും. അപ്പം നമ്മുടെ ബോഡി തന്നെ അത് റിലീസ് ചെയ്തോളൂ. ഈവൻ ബോഡി റിലീസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്രോട്ടീനിൽ നിന്ന് നമ്മുടെ മേത്തുള്ള മസിലിൽ നിന്നൊക്കെ ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ ബോഡിക്ക് പറ്റും.
സോ നോർമലി ഹെൽത്തി ഒരാൾ ഒരിക്കലും ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോവില്ല. പോകാതെ മാനേജ് ചെയ്യാൻ ബോഡിക്ക് അറിയാം. പക്ഷെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് വ്യത്യാസം വരും. മരുന്നിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് വരുന്ന ഹൈപ്പോഗ്ലൈസീമിയ ബോഡിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ആ രീതിയിൽ നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയയെ കുറിച്ച് മരുന്ന് കഴിക്കുന്നില്ലാത്ത ആരും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഹൈപ്പർ വരാതിരിക്കാനായിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ്, അരി, ഗോതമ്പ്, മധുരം, ബേക്കറി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക. നാച്ചുറൽ ആയിട്ടുള്ള ലീഫി വെജിറ്റബിൾസ്, ഫിഷ്, മീറ്റ്, എഗ് ഒക്കെ ആകാം. വെജിറ്റേറിയൻ ആയിട്ടുള്ളവരാണെങ്കിൽ മോഡറേറ്റ്ലി പയറുവർഗ്ഗങ്ങളും കൂടെ കയറ്റുക ആദ്യം തന്നെ. അപ്പം അത് അന്നേരം ഷുഗർ കൂടുന്നില്ലെന്ന് ഉറപ്പ് വരുത്തണം. ആ രീതിയിൽ മാനേജ് ചെയ്യാം. പിന്നെ വൺസ് എല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇത്തിരി മധുരം അവരുടെ ഷുഗർ നോക്കിക്കൊണ്ടില്ല, ഇച്ചിരി ഇടയ്ക്ക് മധുരമിട്ട കാപ്പിയൊക്കെ കുടിക്കാം. പിന്നെ ഇത് സ്വയം മാനേജ് ചെയ്യാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ 3-4 മരുന്നുകൾ കഴിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പ്രഷറോ ഷുഗറോ ഹാർട്ട് അറ്റാക്കോ ഓൾറെഡി കിഡ്നിയൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ സെൽഫ് മാനേജ് ചെയ്യുന്നത് അത്ര കാരണം അത്രയും അറിയാൻ മേലാത്തതുകൊണ്ടാണല്ലോ നമുക്ക് ഈ രോഗം വന്നത്. എന്നിട്ട് പിന്നെ നോക്കാൻ ചിലപ്പം പറ്റിയില്ല എന്നിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുന്നത്. അതിലെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മൾ ഓവറോൾ, ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ ഓവറോൾ ഹെൽത്ത് അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കിഡ്നിയുടെ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം, ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം, പിന്നെ അതുപോലെ മെറ്റബോളിക് ഇതൊക്കെ അറിയാനായിട്ടുള്ള ഹാർട്ടിൻ്റെ പാരാമീറ്റേഴ്സ് അറിയണം, ലൈപ്പിഡ് പ്രൊഫൈൽ അറിയണം, അതുപോലെ ബോഡിയിലെ ഇൻഫ്ലമേറ്ററി ലെവല്, കാർഡിയാക് മാർക്കേഴ്സ്, അങ്ങനെ ഓവറോൾ എല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ഇൻസുലിൻ ലെവല്, പിന്നെ പാൻക്രിയാസിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ ലൈപ്പേസ്, അമൈലേസ് ഇതൊക്കെ. കാരണം ഈ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് വന്നിട്ട് ഡയബറ്റിക് പേഷ്യൻ്റ് അതിന് ചാൻസ് കൂടുതലാണ്. ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ്, ഈ ലൈപ്പേസ്, അമൈലേസ് ഒക്കെ കൂടി നിന്നിട്ട് കുറേ നാളങ്ങനെ കൂടി നിൽക്കുന്നവർക്ക് പാൻക്രിയാറ്റിക് ക്യാൻസറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടാകും. അപ്പോൾ അതും കൂടെയൊക്കെ നോക്കി പിന്നെ ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് ആദ്യം നമ്മൾ നോക്കുക. പിന്നെ ആ പാരാമീറ്റേഴ്സ് എല്ലാം കറക്റ്റായിട്ട് തിരിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ വൺസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻസുലിൻ്റെ ലെവൽ നോർമലാണ്, അല്ലെ സി പെപ്റ്റൈഡ് നോർമലാണ്, അത് ടൈപ്പ് 2 ഡയബറ്റീസ്, അവർക്ക് ഒരു ഡയബറ്റിക് മെഡിസിൻസും ആവശ്യമില്ല എന്നുള്ളത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി തന്നെ ഡയബറ്റിക് മെഡിസിൻസ് ടോട്ടലി നിർത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക്. എന്നിട്ട് നമ്മൾ നിർത്തിയിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല. നമ്മൾ വീട്ടിലിരുന്ന് തന്നെ 4 നേരം നമ്മൾ ഷുഗർ നോക്കണം. 8 മണിക്കും 10 മണിക്കും 3 മണിക്കും 7 മണിക്കും നോക്കണമെന്നുള്ളതാണ്. അല്ല ചിലപ്പം നമ്മൾ 12 മണിയാകുമ്പോഴും ഒരു മണിക്കും ലഞ്ചിൻ്റെ ടൈമിൽ നോക്കും. അത് 3 or 4 ടൈംസ് ഓരോരുത്തരുടെയും കണ്ടീഷൻ അനുസരിച്ച്. അപ്പം തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഷുഗർ കൺട്രോൾ ആവുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ഷുഗർ കൺട്രോൾ ഒത്തിരി സിവിയർ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർ ഇച്ചിരി എന്തെങ്കിലും കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ മതിയാവും, അത് കൂടുന്നതും കാണാം. എല്ലാവരും പറയും നമുക്ക് സലാഡ് കഴിക്കാമല്ലോ എന്നും പറഞ്ഞ് ഇപ്പം സലാഡ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളവർക്ക് കൂടും. കുറച്ച് വെള്ളരിക്ക കഴിച്ചാൽ കഴിഞ്ഞാൽ മതിയാവും. ഒരു പേരയ്ക്ക കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഷുഗർ കൂടുന്നത് കാണാം. അപ്പോൾ അവനവൻ തന്നെ നോക്കുമ്പോൾ അവനവൻ്റെ ഫുഡിൽ എന്ത് കഴിക്കുമ്പോഴാണ് കൂടുന്നതെന്ന് സ്വയം തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചാർട്ട് ചെയ്ത് തന്നെയായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ മോണിറ്റർ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയും ഈവൻ ഒത്തിരി മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഡെയിലി എന്നുള്ളതുപോലെ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ നിയർ ബൈ ഉള്ളവർക്കൊന്നും ആണെങ്കിൽ വീക്ക്ലി വന്നാൽ മതിയാവും. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം വീക്ക്ലി വിസിറ്റേ വരുന്നുള്ളൂ. പിന്നെ വൺസ് ഇൻ എ മന്തേ ഉള്ളൂ. ഇൻ ബിറ്റ്വീൻ ഉള്ളതെല്ലാം നമ്മൾ ഓവർ ദ ഫോണും നമ്മൾ ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ മെത്തേഡ്സ് ഉണ്ടല്ലോ. നമ്മൾ ഈ ചാർട്ടിൻ്റെ മെസ്സേജസും ഒക്കെ വഴി ഡയറക്ഷൻസ് കൊടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ കിടന്ന് ഹോസ്പിറ്റലിൽ കിടക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല ഡയബറ്റീസ് പേഷ്യൻസിന് ഇത് മാറ്റാൻ. ഇപ്പം അതിൻ്റെ കൂടെ ഡയബറ്റീസ് മാത്രമല്ല, അതിൻ്റെ കൂടെ ഇപ്പം പ്രഷർ ഉണ്ടെങ്കിൽ അതും കുറഞ്ഞു വന്നോളും. ഡയബറ്റീസിൻ്റെ മരുന്ന് മാത്രമേ നമ്മൾ തുടങ്ങുമ്പോഴേ നിർത്തുള്ളൂ. പക്ഷെ 2-3 ദിവസം ആകുമ്പോഴേക്കും തന്നെ പ്രഷർ കുറയാൻ തുടങ്ങും. പ്രഷർ കുറഞ്ഞു വരുമ്പോൾ തന്നെ പ്രഷറിൻ്റെ പലരും 3-4 മരുന്ന് കഴിക്കുന്നവരായിരിക്കും. പ്രഷറിൻ്റെ മരുന്ന് ഓരോന്നായിട്ട് നിർത്താൻ പറ്റും. മിക്കവാറും 1 മാസം കൊണ്ട് എത്ര പ്രഷറിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും അത് നിർത്താൻ പറ്റുന്നുണ്ടാവും. പിന്നെ കൊളസ്ട്രോളിൻ്റെ മരുന്ന് അത് എല്ലാവരും കോമൺ ആയിട്ട് ഇവിടെ കഴിക്കുന്നത് നമ്മൾ കാണുന്നത് പ്രഷറിന്, ഷുഗറിന്, കൊളസ്ട്രോളിന്. ഇത്രയും മരുന്നില്ലാത്തൊരു ചുരുക്കമാണ്. പിന്നെ ആണുങ്ങളാണെങ്കിൽ മിഡിൽ ഏജ് ആണല്ലോ, അപ്പോഴേക്കും മിക്കവാറും പ്രോസ്റ്റേറ്റ് പ്രോബ്ലം തുടങ്ങിയിട്ടുണ്ടാവും. അതിന് പ്രോസ്റ്റേറ്റിനൊരു മരുന്നുണ്ടാവും. പിന്നെ മിക്കവാറും പേരും യൂറിക് ആസിഡിനും കൂടെ മരുന്ന് കഴിക്കുന്നുണ്ടാവും. അവർക്ക് ഒരിക്കലും യൂറിക് ആസിഡോ ഗൗട്ടോ വന്നിട്ടില്ലാത്തവർ പോലും യൂറിക് ആസിഡിന് മരുന്ന് കഴിക്കുന്നവരെയാണ്
ഒത്തിരി പേരെ കാണുന്നത്. അപ്പം ഈ മരുന്നുകളെല്ലാം നമുക്ക് പിന്നെ ഉണ്ട് ഹാർട്ടിന് വരാതെ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും അല്ലെങ്കിൽ മിക്കവാറും ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ട് സ്റ്റെൻഡ് ഇട്ടിട്ട് അതും ഉണ്ടാവും. എത്ര മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും ഈ മരുന്നുകളെല്ലാം നമുക്ക് വിതിൻ എ മന്ത് കുറച്ചുകൊണ്ട് വന്ന് നിർത്തുക മാത്രമല്ല ഈ മരുന്നില്ലാതെ ബ്ലഡ് പാരാമീറ്റേഴ്സ് നോർമൽ ആകുന്നുണ്ടെന്ന് സ്വയം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ യൂഷ്വലി ഇതിൽ 3 months ആണ് നമ്മളൊരു ഫുൾ സപ്പോർട്ടായിട്ട് തരിക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ സപ്പോർട്ടൊക്കെ കുറച്ചുകൊണ്ട് വന്ന് നെക്സ്റ്റ് ഒരു 3 months പിന്നെ മിക്കവാറും പേർക്കൊക്കെ സ്വയം മാനേജ് ചെയ്യാവുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷെ സ്വയം മാനേജ് ചെയ്യുന്നത് ഇതുകൊണ്ടൊന്നും ഡയബറ്റീസ് മാറി ഇനി നിങ്ങൾ എന്ത് വേണേ ആയിക്കോ എന്നുള്ളതല്ല, അത് മനസ്സിലാക്കണം. ഇത് ക്ലിനിക്കലി സപ്പോർട്ട് ചെയ്ത് ലൈഫ് സ്റ്റൈൽ സ്വന്തം ബോഡിയെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ പഠിച്ച കാര്യങ്ങൾ വീണ്ടും നമ്മൾ പ്രാവർത്തികമാക്കാൻ നോക്കണം. ഇപ്പോൾ ഷുഗർ ഡയബറ്റിക് ആണെന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും മധുരം കഴിക്കാതിരിക്കണമെന്നോ ഐസ്ക്രീം കഴിക്കാതിരിക്കണമെന്നോ അല്ല. എല്ലാവരുടെയും ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണല്ലോ. അല്ലെങ്കിൽ ഒരു ലഡു കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അതാ വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺസിനെ വയലിൽ നമുക്ക് മധുരമൊക്കെ മോഡറേറ്റ് ആയിട്ട് മധുരം ആവാം, എല്ലാ കാര്യങ്ങളും ആകാം. പിന്നെ നമ്മൾ തന്നെ സ്വയം നോക്കുക, ചോറൊക്കെ കഴിക്കുന്നതിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുക. നമുക്ക് മിക്കവാറും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ബോഡിയിലെ എക്സസ് ഫാറ്റ് ഒക്കെ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ വിശപ്പ് കുറയും. അതാണ് എല്ലാവരും പണ്ടത്തെ പോലെ വിശപ്പില്ല. ഈ മരുന്നെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. കാരണം ഈ മരുന്ന് കാരണമുള്ള അസിഡിറ്റി, മരുന്നുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ടുമാണ് പലപ്പോഴും നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. ഈ ഡയബറ്റിക് പേഷ്യൻസ് എപ്പോഴും അവർക്ക് പേടിയാണ് ഞാൻ എങ്ങനെയാണ് ഫുഡ് കൺട്രോൾ ചെയ്യാന്നുള്ളത്. കാരണം അവർക്ക് ഇങ്ങനെ വയറ് കത്തിക്കൊണ്ടിരിക്കുക, പിന്നെ ഈ ഹൈപ്പോഗ്ലൈസീമിയ ഹൈപ്പർഗ്ലൈസീമിയ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഹൈപ്പോ വരുമ്പോഴേക്കും ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അപ്പം ശരിക്കും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 3-4 ഒരു നമ്മുടെ ഒരു ഈ മെറ്റബോളിസം ഗ്ലൂക്കോസിൽ നിന്ന് ഫാറ്റിലേക്ക് മാറുന്ന ഒരു 3rd ഡേ 4th ഡേ ഒക്കെ ആകുമ്പോൾ ഒരു ഫസ്റ്റ് വീക്കിൽ ചിലപ്പോൾ ഒരു ഫ്യൂ ഡേയ്സ് ഒരു 1-2 ദിവസം ഒരു ക്ഷീണമൊക്കെ തോന്നാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതങ്ങ് മാറും. അത് ആ 1 വീക്കിൻ്റെ ഒരു കാര്യമേ വരുള്ളൂ. അത് മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാതെ തീരെ ക്ഷീണമായിട്ടൊന്നും ഇരിക്കേണ്ട വരികയില്ല. ചെറിയൊരു ടയർഡ്നെസ് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണമല്ലോ. 10-30 വർഷമായിട്ട് ഈ ഡയബറ്റീസും പ്രഷറും ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ ഇനി നടക്കാൻ തുടങ്ങിയതേ ഉള്ളെങ്കിൽ ഇനി ജീവിതകാലം മുഴുവൻ ഇതുമായിട്ട് നടക്കേണ്ട ആൾക്ക് കുറച്ചൊക്കെ നമ്മളൊരു അതിനുവേണ്ടി ഒരു എഫേർട്ടും കൂടെ എടുക്കണം. ഈ ഡയബറ്റീസും പ്രഷറും ഒക്കെ മാറ്റി പോകാൻ അതിൽ നിന്നൊക്കെ മോചനം നേടണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു എഫേർട്ട് എടുക്കാനുള്ള വില്ലിങ്നെസ്സും കൂടെ ഉണ്ടാകണം. അത് വൺസ് പഠിച്ചു കഴിഞ്ഞാൽ അത് ബോഡി കറക്റ്റ് ആക്കി എല്ലാം സെറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉണ്ട്, അവനവനുണ്ടാവണം. ആ ഒരു ഇതാണ് ഇതിൽ വരുന്നത്. നേരത്തെയൊക്കെ ഒരു 55 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഈ ടൈപ്പ് 2 ഡയബറ്റിസ് ഡയഗ്നോസ് ചെയ്യുകയും ഒരു ഇഷ്യൂസൊക്കെ ആയിട്ട് മാറുകയും ചെയ്യുക. പക്ഷെ ഇപ്പം പറയുന്നത് 40 വയസ്സും 35 വയസ്സും അതിലും താഴെയൊക്കെ ആയിട്ട് ഡയബറ്റിസ് ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്, ടൈപ്പ് 2 ഡയബറ്റിസ്. അപ്പം പറയുന്നത് ഈ നേരത്തെ ടൈപ്പ് 2 ഡയബറ്റിസ് വരുന്നവർക്കാണ് ഈ കിഡ്നി ഫങ്ഷൻ പ്രോബ്ലംസ് ഒക്കെ കൂടുതൽ വരാൻ ചാൻസ്. പ്രത്യേകിച്ച് വളരെ നേരത്തെ വരുന്നവർക്കാണെങ്കിൽ പലർക്കും ഒരു 10 വർഷം അല്ലെങ്കിൽ 12 വർഷം കഴിയുമ്പോൾ ദറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ പ്രായത്തിൽ തന്നെ കിഡ്നി ഫങ്ഷനൊക്കെ ബാധിക്കുമെന്ന്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ യങ്ങർ ഏജിന് ഈ ഡയബറ്റിസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവർ ഏത് രീതിയിലത്തെ ട്രീറ്റ്മെൻറ്റാണ് നോക്കേണ്ടത്? യങ്ങർ ഏജിൽ വരുമ്പം ഓരോ ഈ ഷുഗറിൻ്റെ മരുന്ന് എന്തോരം ചെല്ലുന്നു, ഷുഗറിൻ്റെ ഇറഗുലാരിറ്റി എത്രയാണെന്നുള്ളതനുസരിച്ചായിരിക്കും കിഡ്നിയുടെ ഡാമേജ് വരുന്നത്. ചെറുപ്പത്തിലെ ഡയബറ്റീസ് വരുന്നവരുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവരെന്തെങ്കിലും മരുന്നൊന്നാവും നേരെ അവർ കഴിക്കുകയില്ല. പിന്നെ അവർ ഫുഡ് കൺട്രോൾ ചെയ്യാനും മടിയായിരിക്കും. അവർ ആ ഒരു കെയർലെസ് ആയിരിക്കും. കാരണം ആദ്യം ഡയബറ്റീസ് വരുമ്പോൾ ഒരു സിംറ്റംസും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, എനിക്കൊരു കുഴപ്പമില്ല. നമ്മുടെ ആ ചെറുപ്പത്തിൻ്റെ ഒരു ധൈര്യവും ഒക്കെ കൂടെ ഉണ്ട്. എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള ധൈര്യത്തിൽ ഒരു കെയറും എടുക്കാതെ നടക്കുകയും കൂടെ ചെയ്യും. അങ്ങനെ വരുമ്പോഴേക്കും ഈ ഷുഗർ ഒത്തിരി കൂടുതലായിരിക്കും. അതിൻ്റെ കൂടെ ഉള്ള ജങ്ക് ഫുഡും ഉള്ള ഇതെല്ലാം കൂടെ ആയിരിക്കും കഴിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ മരുന്നും കൂടെ ഇടയ്ക്കെടുത്ത് കഴിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ചിലർ കൃത്യമായിട്ട് കഴിക്കും, കൃത്യമായിട്ട് മരുന്ന് കഴിച്ചാലും അതിൻ്റെതായ ദോഷം വരും.
മരുന്നല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡയബറ്റിസിന്റെ കാര്യത്തിലും മരുന്നല്ല പ്രധാനം. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. മരുന്നിന്റെ കുറവ് കൊണ്ടല്ല ഡയബറ്റിസ് ഉണ്ടാകുന്നത്. ടൈപ്പ് 2 ഡയബറ്റിസിന്റെ കുറവ് മരുന്നിന്റെ കുറവ് അവിടെ വരുന്നില്ല. ടൈപ്പ് 1 ഇൻസുലിന്റെ ഒരു കുറവ് വരുന്നുണ്ട്. പക്ഷെ ടൈപ്പ് 2 ഡയബറ്റിസിന് ഇൻസുലിന്റെ കുറവില്ല, മരുന്നിന്റെ കുറവില്ല. അത് നമ്മൾക്ക് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ കഴിച്ച് നമ്മുടെ ബോഡിയിൽ കൊഴുപ്പ് കെട്ടുന്നത് കൊണ്ടും ആവശ്യത്തിന് എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ മസിലും ബോണും കുറഞ്ഞു പോകുന്നതുകൊണ്ടും വരുന്ന ഹോർമോണൽ ഇംബാലൻസുകളുമാണ് ഇതിന് കാരണം. അത് ആദ്യമായിട്ട് മനസ്സിലാക്കുക. അപ്പം നമുക്ക് കുടുംബപരമായിട്ട് ഡയബറ്റിസും ഉണ്ട്. കൊച്ചിലെ തന്നെ ഡയബറ്റിസ് വരുവാണെങ്കിൽ അപ്പം തന്നെ അത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത്, അപ്പോൾ കൊച്ചിലെ തന്നെ വരുന്നവർക്ക് അവരൊരു ഫോർമലി ഒരു ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ തന്നെ എടുക്കുക. കാരണം അത് അവർക്ക് ലൈഫ് ലോങ് അവരുടെ അതിൻ്റെ ബെനിഫിറ്റാണ് വരുന്നത്. അത് ഒരു 3 മാസത്തെ ട്രീറ്റ്മെൻ്റ് ആണല്ലേ, 3 to 6 months ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ലൈഫ് ലോങ് ആണ്. അവരുടെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ ബെനിഫിറ്റ് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുക. അതിൽ കൂടുതൽ നമുക്ക് എന്ത് വേണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഡയബറ്റീസിന് വേണ്ടിയിട്ടൊരു മരുന്ന് കണ്ടുപിടിച്ചു. ഇപ്പോൾ എപ്പോഴും ഉണ്ടല്ലോ, നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെ ന്യൂസിലാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നതാണ്. പലപ്പോഴും നമ്മൾ ഇത് കാണുന്നത് കൊണ്ടും എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും ഈ ഒരു മരുന്ന് കണ്ടുപിടിച്ചു, ടൈപ്പ് 2 ഡയബറ്റീസിന് കിഡ്നി ഫെയിലിയർ കുറയ്ക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചു. ടൈപ്പ് 2 ഡയബറ്റീസ് തന്നെ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ഈ വലിയ ന്യൂസാക്കിക്കൊണ്ട് ഇതൊക്കെ കാണുമ്പം ശരിക്കും ഇത് എന്തിനാണ് ഇത്രയും വലിയ ന്യൂസുകൾ വരുത്തുന്നതെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മളുടെ പബ്ലിക് അവയർനെസ്സും നമുക്ക് എന്തോരം മീഡിയാസൊക്കെ ഉണ്ട്. ശരിക്കും 100% നമുക്ക് മാറ്റാവുന്ന ഒരു ഇതിനെക്കുറിച്ച് നമ്മളുടെ മീഡിയാസ് വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ ഗവൺമെൻറ്റൽ ലെവലിൽ അതിനെക്കുറിച്ച് വർക്ക് പിന്നെ ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഈവൻ WHO ലെവലിൽ നടക്കുന്നില്ല. WHO പോലും പറയുന്നത് എന്താ, മേക്ക് അവൈലബിൾ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. ടൈപ്പ് 2 ഡയബറ്റീസിന് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആക്കുക എന്നല്ല. എന്നിട്ട് വണ്ണം ഉള്ളവരുടെ മേത്തേക്ക് ഇൻസുലിൻ കുത്തിവെക്കുന്ന പടമൊക്കെയാണ് അവരുടെ പലപ്പോഴും അതിനകത്ത് വെബ്സൈറ്റിൽ തന്നെ കിടക്കുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസ് വെരി ഒബേസ് പേഷ്യൻസ്, അവരെ വീണ്ടും ഇൻസുലിൻ കുത്തിവെച്ച് അവർ കൂടുതൽ ഒബേസ് ആകും, അവർ കൂടുതൽ പ്രോബ്ലത്തിലേക്ക് പോവുകയുള്ളൂ. ശരിക്കും അതല്ല ചേഞ്ച് വരേണ്ടത്. നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്, ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക, ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക, അതിനാണ് മനുഷ്യരെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. പക്ഷെ അതല്ല നമ്മൾ നടക്കുന്നത്. നമ്മൾ പലതരം ഇൻട്രസ്റ്റുകളും ഇതൊക്കെ ഇതിനകത്തുണ്ടാവും. പക്ഷെ ഓരോരുത്തരും മനസ്സിലാക്കണം, അവനവൻ്റെ ഹെൽത്ത് അവനവൻ്റെ കയ്യിലാണ്. വേറെ ആരും അവനവൻ്റെ ഹെൽത്തിന് നമുക്ക് ഏറ്റവും അവനവൻ ലോകത്ത് നമുക്ക് സ്വന്തമായിട്ടെന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ ഈ ബോഡി മാത്രമേ ഉള്ളൂ, അവനവൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ. അതിൻ്റെ മാനേജറാണ് അവനവനാണ്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ പേരൻസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫിനാണ് അവരുടെ സ്പൗസ്. അപ്പോൾ അതാണ്. അല്ലെങ്കിൽ അച്ഛനമ്മമാർക്കാണ് കുട്ടികൾ, അവർക്കും അവരുടെ ഡിയറാണ്. അപ്പോൾ അവരെ അത് മനസ്സിലാക്കി നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ളവർക്ക് അവരെയും സപ്പോർട്ട് ചെയ്യുക. അവനവൻ്റെ ബോഡി അവനവൻ നന്നായിട്ട് നോക്കുക. ആ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിൽ വെക്കുക. നമ്മൾ മരുന്നോ ഹോസ്പിറ്റലിലോ ഒക്കെ ഹോസ്പിറ്റലിൽ മരുന്ന് നോക്കി എമർജൻസിക്ക് വേണ്ടിയിട്ടാണ്. ഒരു ആക്സിഡൻറ്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡോക്ടേഴ്സിന് ആൻറ്റിബയോട്ടിക്സ് തരാം, വേദന സംഹാരി തരാം, ഇതൊക്കെ തരാം. വേദന സംഹാരി ആൻറ്റിബയോട്ടിക് ഒരു ഷോർട്ട് കോഴ്സിനുള്ളതാണ്. അതുപോലെ ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനും, അതുപോലെ മുറിവോ ഒക്കെ വന്നിട്ടുണ്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ ചെയ്യാം. അത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് നല്ല ഡെവലപ്മെൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഡെഫിനറ്റ്ലി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ ലോങ് ടേം മെഡിസിൻ അത് നമ്മൾ ഒരു ട്രയലായിട്ടാണ് ഇത്രയും കാലം വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് പ്രൂവ് ചെയ്തു. ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും ഇതൊന്നും ഇപ്പോൾ 10-50 വർഷമായി ഇതിൻ്റെയൊക്കെ മരുന്ന് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും മാറുന്നില്ല എന്ന് ആരും പറയേണ്ട കാര്യമില്ല. അവനവന് തന്നെ അറിയാം. ഒരു നേരത്തെ ഡോസ് നിന്ന് പോയാൽ ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും, BP ഷൂട്ടപ്പ് ചെയ്യും. അപ്പോൾ അതിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. ഇതില്ലാതെ ഒരു മരുന്നും ഇല്ലാതെ ഷുഗറും പ്രഷറും ഒക്കെ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാനുള്ള ഒരു എഫേർട്ട് എടുക്കുക. അത്രയേ വേണ്ടി വരുന്നുള്ളൂ. ഇപ്പൊ ഈ സ്റ്റെൻഡ് ഇട്ട ആൾക്ക് ഗ്ലൈക്കോമെറ്റ് 1 gram മോർണിംഗ് ആൻഡ് ഈവനിങ് കഴിക്കുന്നുണ്ട്. അപ്പം സംശയം എന്താണെന്ന് വെച്ചാൽ
കിഡ്നിക്ക് വല്ലതും അത് ബാധിക്കാൻ ചാൻസ് ഉണ്ടോന്നോ? സ്റ്റെൻറ്റിട്ട ഇത് ഇപ്പോൾ ഓൾറെഡി ഹാർട്ടിനെ ബാധിച്ചിട്ടുണ്ടല്ലോ. ഡെഫിനറ്റ്ലി കിഡ്നിക്കും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാകും. ഒരു കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് എടുത്ത് നോക്കുക. അതിൽ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ RFT നോക്കണം, ഒരു യൂറിൻ ടെസ്റ്റ് നോക്കുക. യൂറിനിൽ മൈക്രോ ആൽബുമിൻ ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ GFR നോക്കുക. സ്റ്റെൻറ്റ് ഇട്ട ഒരാൾക്ക് മിക്കവാറും GFR കൂടിയിട്ടുണ്ടാകും, അറ്റ്ലീസ്റ്റ് യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ടാകും. ഏതെങ്കിലുമൊക്കെ റീനൽ പാരാമീറ്റേഴ്സിലും വ്യത്യാസങ്ങൾ വരുന്നിട്ടുണ്ടാകാൻ സാധ്യത ഒത്തിരിയുണ്ട്. ആൽബുമിൻ കൂടിയിട്ടുണ്ടാകും. പിന്നെ നമ്മളൊരു കാര്യം ഓർക്കണം, ഡയബറ്റിസ്. അപ്പം ഡെഫിനറ്റ്ലി മെറ്റ്ഫോമിൻ ഇങ്ങനെ കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർക്ക് നല്ലതല്ല. പിന്നെ രണ്ടാമത് മെറ്റ്ഫോമിൻ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹാർട്ടിന് വന്നിരിക്കുന്നതും ഡയബറ്റിസ് കൊണ്ട് രക്തക്കുഴലുകൾക്ക് വന്നിരിക്കുന്ന ഡാമേജാണ്. സ്റ്റെൻറ്റ് ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം സ്റ്റെൻറ്റ് അവിടെ ഒന്ന് നമുക്കൊരു എവിടെയെങ്കിലും ഒരു തുരുമ്പ് പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ച് കഴിയുമ്പോൾ ആ കുഴലിനെ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അത് വീണ്ടും അവിടെ തന്നെയോ അല്ലാതെ മറ്റു ഭാഗങ്ങളിലും ഒക്കെ ഇതുണ്ടാകും. അല്ലാതെ ഒരു സ്ഥലത്തൊരു ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മേജർ ബ്ലോക്ക് എന്നേ ഉള്ളൂ. രക്തക്കുഴലുകൾക്ക് മുഴുവൻ അതിൻ്റെതായിട്ടുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ടാകും. സ്റ്റെൻറ്റ് ഇട്ടോ അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്തൊന്നും കരുതി നമ്മളുടെ ഫ്യൂച്ചറിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയ്ക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പം നമ്മളൊരു റീസെൻ്റ്ലി അല്ല, ഒരു 1 or 2 years ആയെന്ന് തോന്നുന്നു, ഒരു ലോങ് സ്റ്റേം സ്റ്റഡി, ഒരു വലിയ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഒരു സാമ്പിൾ വെച്ചിട്ടുള്ള സ്റ്റഡിയൊക്കെ നടന്നിട്ടുണ്ട്. അതിനകത്ത് സ്റ്റെൻറ്റ് ഇട്ടവരെയും ബൈപ്പാസ് ചെയ്തവരെയും മരുന്ന് മാത്രം കൊടുത്തിട്ടുള്ളവരുടെ ആയിട്ടുള്ള സ്റ്റഡിയാണ്. മരുന്നില്ലാതെ ഉള്ള സ്റ്റഡി നടത്തിയിട്ടില്ല. അത് ഇവിടെ ഇല്ലല്ലോ, ലോകത്ത് ഒരിടത്തും അങ്ങനെ ഒരു മരുന്നില്ലാതെ തന്നെ ഇതെല്ലാം കറക്റ്റ് ആക്കാമെന്ന് വേറെ എവിടെയെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. നമ്മൾ ഈ പറയുന്ന പോലെയുള്ള ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഈ മരുന്നുകളെല്ലാം മാറ്റി കൊണ്ടുപോകാന്നുള്ളത് നമ്മൾ കാണുന്നില്ല. പക്ഷെ അതിനകത്ത് പറയുന്ന ഈ മറ്റേ 3 ഗ്രൂപ്പിലും പറയുന്നത് ഒരു ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിക്കാനുള്ള ഒരു ചാൻസ് ഈ 3നും ഒരുപോലെയാണ്. സ്റ്റെൻറ്റ് ഇട്ടാലും ബൈപ്പാസ് ചെയ്താലും മരുന്ന് മാത്രം എടുത്താലും. ഇപ്പം നമ്മളുടെ ഈ ക്ലിനിക്കൽ സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുന്നും വേണ്ട, സ്റ്റെൻറ്റും വേണ്ട, മരുന്നും വേണ്ട, ബൈപ്പാസും വേണ്ട, മരുന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാം. അപ്പം അതിലെന്തായാലും മച്ച് ബെറ്റർ റിസൾട്ട് ആയിരിക്കും, ദർസ് നോ ഡൗട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ കാണുന്നുണ്ട് പല പേഷ്യൻസും ഡയബറ്റിക്കാണ്, ഒന്ന് സ്റ്റെൻറ്റ് ഇട്ടു, അത് കഴിഞ്ഞിട്ട് പിന്നെയും അറ്റാക്ക് വന്നു, വീണ്ടും ബൈപ്പാസ് പറഞ്ഞിരിക്കുന്ന പേഷ്യൻ്റാണ്. വിതിൻ നമ്മൾ ഈ ബൈപ്പാസിന് മുമ്പ് ഓൾറെഡി പിന്നെയും ആൻജിയോഗ്രാം ചെയ്തു, ഇതുണ്ട് ഓൾറെഡി അല്ല കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ആൻജിയോഗ്രാം ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേറെ പല ലെവലിലുള്ള പേഷ്യൻസിനെ കാണാറുണ്ട്. നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് ആണോ അവർക്ക് മിക്കവാറും ഹൈപ്പർ ടെൻഷനും ഉണ്ടാവും, കൊളസ്ട്രോളും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, യൂറിക് ആസിഡ് കൂടുതൽ, ഇതെല്ലാം ഉണ്ടാവും. ഈ മരുന്നുകളെല്ലാം നിർത്തിക്കൊണ്ട് നമുക്ക് വിതിൻ എ മന്ത് ഓൾമോസ്റ്റ് എല്ലാ പാരാമീറ്റേഴ്സും നോർമലാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ പേഷ്യൻറ്റും കൂടെ വില്ലിങ് ആയിരിക്കണം. നമ്മൾ നോക്കുന്ന പേഷ്യൻസിനെ പറ്റുള്ളൂ. അവരെ പേഷ്യൻസ് തന്നെ കോൺഫിഡൻ്റ് ആവും എന്നുള്ളതാണ്. പലരുടെയും വേറൊരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ റീസെൻ്റ്ലി ഉള്ളൊരു പേഷ്യൻ്റാണ്, അദ്ദേഹത്തിന് ഒരു ബൈപ്പാസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇനിയും അന്ന് ഒരു സ്റ്റെൻറ്റേ ഇടാൻ പറ്റുള്ളൂ, ഇനിയും ഒന്നും കൂടെ ബൈപ്പാസ് ചെയ്യണമെന്നോ സ്റ്റെൻറ്റ് ഇടണമെന്നോ സംതിങ് പറഞ്ഞു. ഡയബറ്റിക്കാണ്, ഹൈപ്പർ ടെൻഷനുണ്ട്, ഹെവി മെഡിക്കേഷനുമാണ്. അപ്പം സ്റ്റെൻറ്റ് ഇട്ടിട്ട് ആക്ച്വലി ലാസ്റ്റ് മന്താണ് കേട്ടോ, ഇപ്പം സ്റ്റെൻറ്റ് ഇട്ടതേ ഉള്ളൂ. അപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ ഇതിലെങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയബറ്റീസിൻ്റെ നമ്മൾ മരുന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നിർത്തുകയാണ്. ഇതിൻ 8th ഡേ വന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഷുഗർ കുറഞ്ഞു, SbA1c എന്തോ 8 പോയിന്റിൽ നിന്ന് 7 പോയിന്റിലേക്ക് വന്നു, അതിലും കുറഞ്ഞു ആളാണ്, പെട്ടെന്ന് നന്നായിട്ട് കുറയും. അപ്പം ഇദ്ദേഹത്തിൻ്റെ വെരി ഹെവി ആൻജിയോ ഈ ഹാർട്ടിൻ്റെ മെഡിസിൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഭയങ്കര ക്ഷീണമാണെന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് ഫോളോ അപ്പിൽ വിളിച്ചിട്ട് പറഞ്ഞു എന്ന് പറയുകയാണ്, 15th ഡേ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഹാർട്ടിന് കൊടുത്തിരുന്ന എൻജൈനയ്ക്ക് വേണ്ടി കൊടുക്കുന്ന മരുന്നുകൾ, BP യുടെ മരുന്നുകളെല്ലാം 15th ഡേ ആയപ്പോഴേക്കും കുറച്ചു, മറ്റതും കുറച്ചു കൊണ്ടുവന്നു.
അപ്പോൾ ആ അഞ്ചൈനയുടെ മരുന്നും കൂടെ കൊടുത്ത് കഴിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ക്ഷീണത്തിന് കുറവായിരുന്നു. അപ്പം ക്ഷീണം എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞു അത് ആ മരുന്നിൻ്റെ ഇഫക്റ്റ് കൊണ്ടുള്ള ക്ഷീണമാണ്. അത് കുറച്ചുകൊണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഇത് മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരുന്നുകൾ ഈ അഞ്ചൈനയ്ക്കുള്ളതും ഈ BP-ക്കുള്ളതും ഡയബറ്റീസിനുള്ള എല്ലാം കുറച്ച് നിർത്താൻ പറ്റി. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളും മാറി. പക്ഷേ ഇപ്പം 1 മാസം ആയുള്ളൂ സ്റ്റെൻറ്റ് ഇട്ടിട്ട്. അതുകൊണ്ട് 2 ഐ തിങ്ക് ബ്രില്യൻ്റെയും പിന്നെ ഒരു എക്കോസ്പിരിൻ എന്ന് പറഞ്ഞ് 2 മരുന്നുകളും പിന്നെ അതിൻ്റെ വയറിന് എരിച്ചിലൊക്കെ വരാതിരിക്കാനായിട്ട് ഈ പാൻറ്റപ്രസോൾ പോലുള്ള അസിഡിറ്റിക്കുള്ള ഒരു മരുന്ന്. അങ്ങനെ ഒരു 3 മരുന്നുകൾ അദ്ദേഹത്തിന് നിർത്താൻ പറ്റില്ല. നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ഇയർ വരെ. ഇപ്പോൾ ജാനുവരിയിലാണ് സ്റ്റെൻറ്റ് ഇട്ടെങ്കിൽ അടുത്ത ജാനുവരി വരെ 6 മാസത്തേക്ക് 2 എണ്ണം വേണ്ടി വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരെണ്ണത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. 1 ഇയർ, കാരണം ആ സ്റ്റെൻറ്റ് അവിടെ ഇരിക്കുമ്പോൾ അതിൽ പോയി ബ്ലഡ് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് 6 മാസം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ സ്റ്റെൻറ്റിനെ കവർ ചെയ്ത് നമ്മുടെ രക്തക്കുഴലുകൾ അതിൻ്റെ മുകളിൽ വളർന്ന് നമ്മളൊരു മുറിവ് വന്നാൽ സ്കിൻ വന്ന് മൂടുകയല്ലേ എന്ന് പറഞ്ഞാൽ അത് മൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അതിന് എത്ര സമയം എടുക്കും എന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ 6 to 1 ഇയർ അത് എടുക്കണമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാർഡിയക് പാരാമീറ്റേഴ്സും നോർമലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മരുന്നും നിർത്തി ഡയബറ്റീസും ഓക്കെ ആണെന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അത്രയേ ഉള്ളൂ. HbA1c എല്ലാ മാസവും ചെക്ക് ചെയ്യുക. അത് 5.5 താഴെ നിൽക്കുന്നു. BP വീട്ടിൽ വെച്ച് നോക്കുക, അത് നോർമലാണ്. കൊളസ്ട്രോളും വൺസിൻ്റെ വേലും നോക്കുക. എല്ലാ പാരാമീറ്റേഴ്സും നോർമലാണെങ്കിൽ നമ്മൾ ഒരു അറ്റാക്കിനെയോ ഒരു രോഗത്തിനെയും നമ്മൾ ഫിയർ ചെയ്യേണ്ട കാര്യമില്ല. ഇതെല്ലാം ജീവിതശൈലി രോഗമാണ്. നമ്മൾ വേണമെന്ന് നോക്കി. പിന്നെ ഇന്നിപ്പോൾ ഡയഗ്നോസ്റ്റിക്സ് ഒക്കെ ഒത്തിരി അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈവൻ ലോക്കൽ ലാബിൽ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ ഹെൽത്ത് എന്താണ് നമുക്ക് നമ്മൾ സിംറ്റമാറ്റിക് എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് നമ്മുടെ ഇൻറ്റേർണൽ സിസ്റ്റംസ് എങ്ങനെ പോകുന്നു എന്നറിയാൻ നമുക്കിന്ന് എല്ലാ ടെസ്റ്റുകളും ഉണ്ട്. ഈവൻ ക്യാൻസർ വരാൻ പോസിബിലിറ്റി ഉണ്ടോ എന്ന് തന്നെ 8-10 വർഷം തന്നെ മുമ്പ് തന്നെ നമുക്കറിയാം. ട്യൂമർ മാർക്കേഴ്സും ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സും നോക്കുമ്പോൾ അറിയാം. പക്ഷെ അത് നോക്കി വേദനയും ബുദ്ധിമുട്ടും വരുമ്പോൾ അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ അതിനേക്ക് മാത്രം നോക്കാതെ അത് നേരത്തെ തന്നെ നമ്മളുടെ മാർക്കേഴ്സുകൾ എല്ലാത്തിനും ഇപ്പോൾ ഉണ്ട്. നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക്സ് അഡ്വാൻസ്മെൻറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഒത്തിരി വലിയൊരു ബൂമാണ്. ഒരു ബൂണാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ബ്ലഡ് ടെസ്റ്റ് വെച്ച് നമുക്ക് എല്ലാ തന്നെ കാര്യങ്ങൾ അറിയാം. പക്ഷേ അതിനെ വേദനയും അസ്വസ്ഥതകളും വന്നു കഴിഞ്ഞാൽ ഞാൻ എഫേർട്ട് എടുക്കുകയുള്ളൂ എന്ന് പറയരുത്. മരുന്നെടുക്കുന്നത് നമുക്ക് ഇപ്പം കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ ആ നിലയിലേക്ക് പോകേണ്ട നമുക്ക് ഒരു ആവശ്യം പോലും വരികയില്ല. നമ്മൾ ഈ ട്യൂമർ മാർക്കേഴ്സും അതിന് മുമ്പാണ് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് തന്നെ വരാൻ തുടങ്ങും. അതൊക്കെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു നല്ലൊരു % ക്യാൻസർ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ഡയബറ്റിക് പേഷ്യൻസിന് പലപ്പോഴും ഈ കിഡ്നിയുടെ പ്രോബ്ലം ഉള്ള പോലെ തന്നെ ഈ കൊളസ്ട്രോളിന് അവർക്ക് കൊളസ്ട്രോളിൻ്റെ ലെവലുകൾ നോർമൽ ആണെങ്കിൽ പോലും ഒരു സേഫ്റ്റിക്ക് എന്നുള്ള നിലയ്ക്ക് കൊളസ്ട്രോളിനുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. അത് എത്രമാത്രം ഗുണം ചെയ്യുന്നതാണ്? ഈ കൊളസ്ട്രോളിന് മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇപ്പം ഈ ഡയബറ്റിക് പേഷ്യൻസ് ഒത്തിരി പേര് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടല്ലോ. അപ്പം മിക്കവാറും കാർഡിയോളജിസ്റ്റ് നോക്കുമ്പോഴും ഡയബറ്റിക് പേഷ്യൻസിനെല്ലാം ഹാർട്ട് അറ്റാക്ക് വരും. നല്ലൊരു % ഹാർട്ട് അറ്റാക്ക് വരുന്ന അവർക്കാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് കൊടുക്കാനുള്ളത് അതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവർ കൊടുക്കുന്നേ ഉള്ളൂ. ഈവൻ നോർമൽ കൊളസ്ട്രോൾ ആണെങ്കിലും നമ്മളതിന് കൊടുക്കുന്നേ ഉള്ളൂ. കൊളസ്ട്രോൾ ഒത്തിരി വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുമ്പോൾ അത് നമ്മളുടെ പല ഹോർമോൺസ് ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് സെക്സ്റ്റീറോയിഡ്സ്, സെക്ഷൽ ഫങ്ഷന് വേണ്ടിയിട്ടുള്ള ഹോർമോൺസ്, വൈറ്റമിൻ ഡി, ഇതൊക്കെ ഉണ്ടാക്കാൻ കൊളസ്ട്രോൾ വേണം. വൈറ്റമിൻ ഡിയും ഈവൻ നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷന് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഈ കൊളസ്ട്രോൾ കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ, ഈവൻ മെമ്മറി കുറഞ്ഞു പോകും, സെക്ഷൽ ഫങ്ഷൻസ് കുറഞ്ഞു പോകും, വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ കുറഞ്ഞു പോകും. അങ്ങനെ പല സൈഡ് ഇഫക്ട്സും അതിന് വരാം. പിന്നെ അത് മാത്രമല്ല, മിക്കവാറും ഡയബറ്റിക് പേഷ്യൻസൊക്കെ ഫാറ്റി ലിവറും ലിവർ പ്രോബ്ലംസും കൂടെ കാണും. അപ്പോൾ ശരിക്കും ലിവർ പ്രോബ്ലംസ് ഉള്ളവർക്ക് നമ്മളിത് കഴിക്കുന്നത് കൂടുതൽ ഡേഞ്ചറാണ്. അവരുടെ ലിവറിന് കൂടുതൽ ഡാമേജ് വരുത്താം. കാരണം എന്താണെന്ന് വെച്ചാൽ ലിവറാണ് ഈ കൂടുതലും കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ മെറ്റബോളിസത്തിനെല്ലാം വേണ്ട സാധനമാണ് കൊളസ്ട്രോൾ. സെക്സ്റ്റീറോയിഡ്സ് ഉണ്ടാക്കാൻ, പിന്നെ നമ്മളുടെ മിനറലോ കോർട്ടിക്കോയിഡ്സ്, അതായത് നമ്മളുടെ ഈ പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു മേജർ ഹോർമോണാണ്
മിനറലോ കോർട്ടിക്കോ ആൽഡോസ്റ്റിറോൺ എന്നൊക്കെ പറയുന്നത് നമ്മുടെ അഡ്രിനൽ കോർട്ടെക്സ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പം നമ്മൾ കാണാറില്ലേ പല പേഷ്യൻസിനും സോഡിയം കുറഞ്ഞു പോയി, തലകറക്കം വന്നു, ഈവൻ മരിക്കുന്നവർ പോലും ഉണ്ട്. സോഡിയം കുറഞ്ഞു പോയിട്ട് മരിച്ചു പോയിട്ടുള്ളവരുണ്ട് ഇപ്പം ഇങ്ങനെയുള്ളവർ. അതൊക്കെ ഈ മിനറലോ കോർട്ടിക്കോയിഡ് ഉണ്ടാക്കാനും വേണ്ട സാധനമാണ് കൊളസ്ട്രോൾ. അപ്പം ഇതിൻ്റെ പ്രൊഡക്ഷൻ തന്നെ അങ്ങ് ബ്ലോക്ക് ആക്കുകയാണ്. അപ്പം ഇത് നമ്മളുടെ കിഡ്നിയും ലിവറിനെയും പ്രശ്നം ഉണ്ടാക്കും, നമ്മുടെ ഈവൻ അഡ്രിനൽ ഗ്ലാൻഡിന് പ്രശ്നം ഉണ്ടാക്കും, ഈവൻ നമ്മുടെ സ്റ്റിറോയിഡ് ഹോർമോൺസ് നമ്മളെല്ലാത്തിനും ലാസ്റ്റ് കൈയായിട്ട് മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് തരുന്ന സ്റ്റിറോയിഡ്സ് ആണ്. ഒരു BP ഫോളോ ഇവൻ ഒരു അനഫിലാക്റ്റിക് ഷോക്ക് അലർജിക് റിയാക്ഷൻ വന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ തരുന്നത് സ്റ്റീറോയിഡ് ഹോർമോണാണ്. ഈ സ്റ്റീറോയിഡ് ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നതാണ്. അത് നമ്മളൊരു ഹൈ ഡോസിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ബോഡി എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ മീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് ഈ സ്റ്റീറോയിഡ് ഹോർമോൺ. അതുണ്ടാക്കാനും കൊളസ്ട്രോൾ വേണം. അപ്പം അതിൻ്റെ എല്ലാ പ്രൊഡക്ഷനെ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കാന്ന് പറയുമ്പം ഇനി അതിൻ്റെ പേരിൽ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ ചെയ്യുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അൺസയൻറ്റിഫിക് ആണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു ഡോക്ടറാണ്. ഹീസ് അറൗണ്ട് 55-60 ഏജ്. അദ്ദേഹം വളരെ കെയർഫുൾ ആയിട്ടുള്ള ആളാണ്. അപ്പം ഫിസിഷ്യൻ ആണെന്ന് ഓർക്കണം. അപ്പം ഇദ്ദേഹത്തിന് ഇച്ചിരി പ്രഷറിന് മരുന്നുണ്ട്, കൊളസ്ട്രോൾ ഇല്ല എന്നാലും കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നുണ്ട്, ഡയബറ്റീസും ചെറുതായിട്ടുണ്ട്, അതിന് മെറ്റ്ഫോമിനും ഇതും മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഒരു ദിവസം വേറെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, ചെറിയൊരു നെഞ്ചിരിച്ചിൽ പോലെ എന്തോ തോന്നി, അത് അസിഡിറ്റി ആയിരിക്കും എന്നും കരുതി ഇഗ്നോർ ചെയ്തു. പക്ഷേ ഈവനിങ് ഉച്ചയായപ്പോൾ എന്തോ ഒരു വെയിറ്റ് ലിഫ്റ്റ്, എന്തോ ബാഗ് ലിഫ്റ്റ് ചെയ്യുക ഏതാണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും ആൾ കൊളാപ്സ് ചെയ്തു. പെട്ടെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ബർ അനസ്തറ്റിസ്റ്റാണ്, അദ്ദേഹം വന്ന് റിവൈവ് ചെയ്യാൻ നോക്കി. പക്ഷേ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, നേരെ ചെന്ന് സ്റ്റെൻറ്റ് ഇട്ടു. പക്ഷെ ആളെ റിവൈവ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഒരു മെഡിക്കൽ ഡോക്ടറിൻ്റെ, ഒരു ഫിസിഷ്യൻ്റെ സിറ്റുവേഷൻ. അതാണ് എല്ലാ മെഡിക്കൽ ഹെൽപ്പും അടുത്തുണ്ടായി. അവനൊന്ന് തന്നെ ഇപ്പം ഒരു ഡോക്ടർക്ക് സ്വന്തം ഹാർട്ടിൻ്റെ അറ്റാക്ക് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പം അറിയാമല്ലോ. അപ്പം കുറച്ച് ഡയബറ്റീസും ഉണ്ട്, ഹൈപ്പർ ടെൻഷനും ഉണ്ട്, കൊളസ്ട്രോളിന് വേണ്ടായിട്ടും കാര്യമായിട്ട് കൊളസ്ട്രോൾ ഇല്ലെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ട്. എന്നാലും അറ്റാക്കായിട്ട് വന്നു മാത്രമല്ല, ഹൃദയസ്തംഭനം വന്നു, തൊട്ടടുത്ത് ഡോക്ടേഴ്സും ഹെൽപ്പ് ചെയ്യാനും CPR കൊടുക്കാനും ഒക്കെ ആളും ഉണ്ടായിട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്നാ. പിന്നെ നമ്മൾ ഹൃദയസ്തംഭനമൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ ഇപ്പോൾ ഒരു CPR കൊടുത്ത് റിവൈവ് ചെയ്താൽ പോലും ഒരു 4 മിനിറ്റ്സിൽ കൂടുതൽ നമ്മൾ ഹാർട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രെയിൻ ഡെത്ത് ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് പോയി സ്റ്റെൻറ്റൊക്കെ ഇപ്പം നമ്മളിങ്ങനെ കൊളാപ്സ് ചെയ്യുന്ന പേഷ്യൻസിനെ പലപ്പോഴും സ്റ്റെൻറ്റൊക്കെ ഇടാറുണ്ട് ചെന്ന് കഴിഞ്ഞാലും. പക്ഷെ അതുകൊണ്ടൊന്നും ബെനിഫിറ്റ് കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ പലവരുടെയും കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ കഴിഞ്ഞ ഒരു ഫേമസ് പേഴ്സൺ, ആക്ടറോ എന്തോ, അദ്ദേഹത്തിന് എന്തോ ജിമ്മിൽ വെച്ച് കുഴഞ്ഞു വീണു, അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം വെന്റിലേറ്ററിൽ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് മരിച്ചു. അപ്പം അതാണ് സിറ്റുവേഷൻ വരുന്നത്. നമ്മൾ അവിടേക്ക് പോകരുത്. ഡയബറ്റീസ് ആണെങ്കിൽ അതിന് മരുന്നല്ല, ഡയബറ്റീസിനാണേലും ഹൈപ്പർ ടെൻഷനാണേലും കൊളസ്ട്രോളിനാണേലും മരുന്നല്ല പരിഹാരം. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ ജീവിതശൈലി രോഗമാണെന്നുള്ളത് ഓർമ്മിക്കുക എന്നുള്ളതാണ് എപ്പോഴും ചെയ്യേണ്ടത്. ഇപ്പം ഈ കിഡ്നി പ്രോബ്ലത്തിൻ്റെ കാര്യവും ഡയബറ്റീസിൻ്റെ കാര്യവും പറയുമ്പോൾ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ടിൻ്റെ പ്രോബ്ലം പലപ്പോഴും ഒരുമിച്ചുണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് BP-യുടെ. അപ്പം ഈ ഡയബറ്റീസ് ഉള്ളവർ ശരിക്കും പറഞ്ഞാൽ ഈ BP-യുടെ കാര്യത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, സോ ദാറ്റ് കിഡ്നിയുടെ പ്രോബ്ലം വരാതെ സൂക്ഷിക്കാനായിട്ട്? കിഡ്നിക്ക് പ്രോബ്ലം വരുത്തുന്ന ഏറ്റവും 3 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, 3 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് റീനൽ ഫെയിലിയർ, CKD, അതായത് ക്രോണിക് റീനൽ ഫെയിലിയറിലേക്ക് കൊണ്ടുവന്നത്. ഒന്ന് ഡയബറ്റിസ്, ഒന്നും രണ്ടും ഹൈപ്പർ ടെൻഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്. പിന്നെ ഉള്ളത് ഒബേസിറ്റിയാണ്, പിന്നെ കൊളസ്ട്രോൾ. ഈ 4 കാര്യങ്ങളുള്ളവർക്കാണ് റീനൽ ഫെയിലിയറിൽ വരുന്നത്. അപ്പോൾ ഈ 4ഉം കൂടെ ഉള്ളവരായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ 4 ഫാക്ടേഴ്സ് ഒന്നിച്ച് വരികയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് റീനൽ ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്.
അപ്പം അതതിൻ്റെ നെഗറ്റീവ് വശം. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഒബേസിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് റീനൽ ഫെയിലിയർ വരാം. പക്ഷെ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4ഉം ഒന്നിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു മോഡറേറ്റ് ഒബേസിറ്റി ഒക്കെ ഉള്ളെങ്കിൽ 3 to 6 months കൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാം റിവേഴ്സ് ചെയ്യാം. പാരലായിട്ട് തന്നെ റിവേഴ്സ് ചെയ്യാം. അതാണ്. അപ്പം ഒരാളുടെ ഇപ്പം ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഒബേസിറ്റിയും ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പം നമ്മൾ ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് നമ്മൾ അത്ര മോണിറ്റർ ചെയ്തുകൊണ്ട് അത്ര ഷുവറായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ് ചെയ്യുന്നത്. പേഷ്യൻ്റ് വില്ലിങ് ആണെങ്കിൽ ഒരാൾ 170 centimeters ഹൈറ്റ്, 90 കിലോ ഉണ്ട്, ഡയബറ്റീസ് ആണ്, ഹൈപ്പർ ടെൻഷനാണ്, കൊളസ്ട്രോൾ ഉണ്ട്, ഒബേസിറ്റി ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് BPH അതായത് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റോ അല്ലെങ്കിൽ യൂറിക് ആസിഡിന് മരുന്ന് കഴിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഈ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് 90 ആൾ ഒരു 87 കിലോയിലേക്ക് വരും. 1 വീക്ക് മതിയാവും പറയുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ. കാരണം ഫസ്റ്റ് മന്തിൽ ഓൾമോസ്റ്റ് 10%, ഒരു 8 to 10% വെയിറ്റ് റിഡക്ഷൻ കിട്ടും. അതിൻ്റെ കൂടെ ഡയബറ്റീസിൻ്റെ മരുന്ന് എല്ലാം ഫസ്റ്റ് ഡേയിൽ തന്നെ നിർത്താൻ പറ്റും. മിക്കവാറും 1-2 BP മരുന്നേ ഉള്ളെങ്കിൽ വിതിൻ 1 or 2 weeks അത് നിന്നിട്ടുണ്ടാകും. കൊളസ്ട്രോളിൻ്റെ മരുന്ന് അതുപോലെ തന്നെ കുറയ്ക്കാൻ പറ്റും. മിക്കവാറും ഇതിൻ്റെ എല്ലാ മരുന്നും കുറയ്ക്കാനും പറ്റും. ഈ 90 കിലോ ഉള്ള ആൾ അവരുടെ ഇൻട്രസ്റ്റും കൂടെ അനുസരിച്ച് അറൗണ്ട് 90ലേക്ക് വന്നിട്ടുണ്ടാവും. ചിലരൊക്കെ ഉണ്ട് 12% ഒക്കെ വെയിറ്റ് കുറയ്ക്കുന്നവരും ഉണ്ട് ഒറ്റ മാസം കൊണ്ട് തന്നെ. അപ്പം ഒരു ആവറേജ് നമ്മൾ ഫസ്റ്റ് മന്തിൽ 10% കുറയ്ക്കാം. പിന്നത്തെ 2 months എന്താണേലും ഒരു കൂടുതൽ ഉള്ളവർക്ക് നെക്സ്റ്റ് 2 months കൊണ്ട് ഒരു 15% കുറയ്ക്കാൻ പറ്റും. അതായത് 3 months കൊണ്ട് up to 25% വരെ കുറയ്ക്കുന്നവരുണ്ട്. അതിൻ്റെ ആവശ്യമുള്ളവർ മിക്കവാറും പേർക്ക് ഒരു 20% ഒക്കെ വെയിറ്റ് റിഡക്ഷൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. എത്ര ഒബേസിറ്റിയിലാണ് നമ്മൾ തുടങ്ങുന്നതെന്നനുസരിച്ചിരിക്കും. എന്താണേലും ഒരു നന്നായിട്ട് നോക്കുന്ന ഒരാൾക്ക് ആവറേജ് 20% നമുക്ക് വെയിറ്റ് റിഡക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. അതോടുകൂടി ഈ 3 മാസം കൊണ്ട് എല്ലാ പാരാമീറ്റേഴ്സും തന്നെ നോർമലായിട്ടുണ്ടാകും. ഈ മെറ്റബോളിക് സിൻഡ്രോമിലെ പെട്ട്, അതായത് ഇതെല്ലാം മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഈ മെറ്റബോളിക് സിൻഡ്രോം എല്ലാം റിവേഴ്സ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ചിലർ അതിന് 100-120 കിലോയും ഒക്കെ ഉള്ളവരുണ്ടാവും. അതിന് പൊക്കം കൂടെ അല്ലെങ്കിൽ 80-90 ഉള്ളൂ, പൊക്കം 160 സെൻറ്റിമീറ്ററേ ഉള്ളെങ്കിൽ അവർക്കൊരു 6 months 9 months വരെയൊക്കെ എടുത്തെന്നിരിക്കും വെയിറ്റ് കുറഞ്ഞ് ഐഡിയയിലെത്താം. പക്ഷെ അതിന് മുമ്പ് തന്നെ അവർ സിംറ്റം ഫ്രീ ആയിരിക്കും. കാരണം അത്രയും ടോളറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാൾക്ക് 90 കിലോ ഉള്ള ഒരാൾക്ക് 70 വരുമ്പോൾ തന്നെ അവർ എല്ലാത്തിൽ നിന്നും മാറി കംഫർട്ടബിൾ ആയിട്ടുണ്ടാകും. ഇതിനകത്ത് ജസ്റ്റ് വെയിറ്റ് റിഡക്ഷൻ മാത്രമല്ല, അത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ജസ്റ്റ് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതല്ല ഇതിനകത്ത് വരുന്നത്. പലപ്പോഴും നമ്മൾ ഒരു അൺമോണിറ്റേഡ് ആയിട്ട് അൺസയൻറ്റിഫിക് ആയിട്ട് വെയിറ്റ് കുറയ്ക്കുമ്പോൾ അവരുടെ മസിലും ബോണും ആയിരിക്കും കുറയുന്നത്, ഫാറ്റ് ആവില്ല കുറയുന്നത്. നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ മസിലും ബോണും ബിൽഡപ്പ് ചെയ്യാനും ഫാറ്റ് മാത്രം കുറയ്ക്കാനുമാണ് നോക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മളുടെ വെയിറ്റ് ഒക്കെ കുറയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ അത് ന്യൂട്രീഷൻ്റെ കുറവ് വന്ന്, അതായത് നമ്മൾ ഈ വെയിറ്റ് റിഡക്ഷന് ട്രൈ ചെയ്യുമ്പോൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും വരാം. പ്രത്യേകിച്ച് നമ്മൾ ഈ കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞെടുക്കുമ്പോൾ പലർക്കും റീനൽ സ്റ്റോൺ വരാം, വെരി ഹൈ പ്രോട്ടീൻ ഡയറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് കിഡ്നി ഡാമേജ് വരാം. അപ്പോൾ അതൊക്കെ ഈ കീറ്റോ ഡയറ്റൊക്കെ പോലെയുള്ളത് ഇറ്റ്സ് നോട്ട് ഐഡിയൽ ഫോർ പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസ് പോലെയുള്ളവർ. ഈ കിഡ്നിക്കൊക്കെ ഓൾറെഡി ഡാമേജും ഒക്കെ ഉണ്ടെങ്കിൽ, ഡയബറ്റീസും ഇതൊക്കെ ഉള്ളവർക്ക് കിഡ്നി ഓൾറെഡി ഡാമേജ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്കൊന്നും അതിനൊക്കെ ആ ഒരു കീറ്റോ ഡയറ്റ് എന്ന് പറയുമ്പോൾ അത് സയൻറ്റിഫിക്കലി തന്നെ എടുത്താലേ ഇതുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പം പ്രോബ്ലം വരാം. അപ്പോൾ ഇത് ജസ്റ്റ് വെയിറ്റ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതല്ല വരുന്നത്. നമ്മളുടെ പിന്നെ ബോഡിയിൽ പല പാർട്ടും റിപ്പയർ വേണ്ടി വരും. രക്തക്കൊഴലുകൾക്ക് റിപ്പയർ വേണം. അപ്പം ബേസിക്കലി കറക്റ്റ് ന്യൂട്രീഷൻ ചെല്ലണം. അപ്പോൾ നമ്മൾ ഡയറ്റ് കൺട്രോൾ വരുമ്പം നമ്മൾ എല്ലാ ന്യൂട്രീഷനും കറക്റ്റായിട്ട് കിട്ടുന്നു എന്ന് ഉറപ്പിക്കാനാണ് ന്യൂട്രീഷൻ സപ്പോർട്ടും കൂടെ നൽകിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ രക്തക്കൊഴലുകളൊക്കെ ക്ലിയർ ആയി വരുന്നത് ഈ കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ വന്നതുകൊണ്ടാണ് ഒരു ഫാസ്റ്റായിട്ട് റിലീഫ് വരുന്നത്. അപ്പം അത് ഏത് രോഗത്തിനാണെങ്കിലും ഇപ്പം ഒരു 1 വീക്കായിട്ട് ഇപ്പം ഞാൻ ഇന്ന് വന്ന പേഷ്യൻസിൻ്റെ പറയുകയാണെങ്കിൽ, ഒരു ലേഡി ആണെങ്കിൽ, ഒരു യങ് ലേഡി, അവർ വരുമ്പം ലാസ്റ്റ് സാറ്റർഡേ വരുമ്പം നടക്കാൻ ബുദ്ധിമുട്ടായിട്ടാണ്, വളരെ കഷ്ടപ്പെട്ടാണ് നടന്ന് ഒന്ന് വരുന്നത് തന്നെ. 1 വീക്ക് കഴിഞ്ഞത്
ആർത്രൈറ്റിസ് ആണ്. അവർ പല മരുന്നുകൾ ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ട്, ആയുർവേദം ചെയ്തിട്ടുണ്ട്. ഓവർ എ ഇയർ ഐ തിങ്ക് ഷീ മസ്റ്റ് ബി അറൗണ്ട് ഒരു 40s തോന്നുന്നു. അപ്പം 1 വീക്ക് കൊണ്ട് അവർ കംഫർട്ടബിൾ ആണെന്നുള്ളതാണ്. ഒരു കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ട്രാവലൊക്കെ ചെയ്താണ് വരുന്നത്. അതുകൊണ്ടാണ് 1 വീക്ക് കഴിഞ്ഞപ്പോൾ വന്നപ്പോഴേക്കും 8th ഡേ വന്നപ്പോഴേക്കും ഷീ ഈസ് മച്ച് റിലീവ്ഡ് ഓഫ് എവറി സിംഗിൾ പ്രോബ്ലം. ബോഡി ഹോൾ പെയിൻ ആണ്. അപ്പോൾ അതുപോലെ വേറൊരു പേഷ്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ കാര്യത്തിൽ അവരുടെ പ്രോബ്ലം മുഴുവൻ ചൊറിച്ചിലും സ്കിൻ ഡിസീസാണ്. ചൊറിച്ചിൽ കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡയബറ്റീസും കിഡ്നി ഡിസീസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്നാലും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം 8th ഡേ ആയപ്പോഴേക്കും ബേസിക്കലി 8th ഡേ ഇന്ന് വരുമ്പോഴേക്കും ചൊറിച്ചിൽ മൊത്തം പോയി. അപ്പോൾ കണ്ണൊക്കെ പോലും നിങ്ങളുടെ കണ്ണിന് ചുറ്റും പോലും ഈ സ്കെയിലിങ്ങും ഒരു ടൈപ്പ് ഓഫ് സോറിയാസിസ് എല്ലാം ആയിട്ടുള്ള ആൾക്കാണ് കംഫർട്ടബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഡയബറ്റീസ് ഒക്കെ ഉണ്ട്. അതും ആ കൂടെ തന്നെ നോക്കിക്കഴിയുമ്പം വീട്ടിലിരുന്ന് ബ്ലഡ് നോക്കുമ്പോഴേക്കും ഡയബറ്റീസിൻ്റെ മെഡിസിൻസ് എല്ലാം നിർത്തിയിട്ടുണ്ട്. എന്നാലും ഷുഗറൊക്കെ കൺട്രോളിലാണ്. അപ്പം അത്ര ആ സിംറ്റമാറ്റിക് റിലീഫ് തന്നെ അത്ര എവിഡൻ്റ്ലി കിട്ടുന്നു. അത് ഒരു രോഗമല്ല 10 രോഗം ഉണ്ടെങ്കിൽ അതിന് പാരലായിട്ട് അത് കിട്ടുമെന്നുള്ളതാണ്. പലപ്പോഴും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവർക്ക് ഒന്നും ആയിരിക്കുകയില്ല. അവർ 1ഉം 2ഉം ഒക്കെ പറയുന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ കൂടുതൽ എടുക്കുമ്പോഴായിരിക്കും സ്കിന്നിന് പ്രോബ്ലംസ് ഉണ്ടാവും, പല നെയിലിന് പ്രോബ്ലം ഉണ്ടാകും, ഹെയർ ഫോൾ ഉണ്ടാകും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും. എല്ലാത്തിനും പാരലൽ ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളതാണ് ഇതിനകത്ത്. നമ്മളുടെ ലൈവിൻ്റെ ടൈം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.